നമസ്കാരം. ഞാൻ ഗ്ലാർമിന, അക്കാഡമിക് കൗൺസിലർ, ഇഗ്നോ സ്റ്റഡി സെൻറ്റർ 14000. ഇന്നത്തെ നമ്മുടെ ക്ലാസ് നമ്മൾ BPCC 107 എന്ന് പറയുന്ന കോഴ്സാണ് ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോഷ്യൽ സൈക്കോളജിയാണ്. ഇതിൽ മൊത്തം നമുക്ക് 5 ബ്ലോക്സ് ആണുള്ളത്. അതിനകത്ത് ഇന്ന് ഫസ്റ്റ് ബ്ലോക്കാണ് നമ്മൾ ഇന്ന് കവർ ചെയ്യുന്നത്. ഫസ്റ്റ് ബ്ലോക്കിൽ യൂണിറ്റ് 1 ഇൻട്രൊഡക്ഷൻ ടു സോഷ്യൽ സൈക്കോളജി, അതുപോലെ യൂണിറ്റ് 2 തിയറീസ് ഓഫ് സോഷ്യൽ സൈക്കോളജി. ഈ 2 യൂണിറ്റ്സ് ആണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് യൂണിറ്റ് ഇൻട്രൊഡക്ഷൻ ടു സോഷ്യൽ സൈക്കോളജി. നമ്മൾക്ക് അറിയാം, നമ്മളൊരു ഇൻ്റർവ്യൂവിന് പോവുകയാണെങ്കിൽ നമ്മൾ അവിടെ പോകുമ്പം അവിടെ ഇരിക്കുന്ന ഇൻ്റർവ്യൂവിന് ഇരിക്കുന്ന പാർട്ടിസിപ്പൻസ് നമ്മൾ നോക്കുമ്പോൾ അവർക്ക് എല്ലാവർക്കും ഏകദേശം ഒരേപോലെ ഒരു ഫോർമൽ ഡ്രസ് കോഡായിരിക്കും നമ്മൾ കാണുക. അതുപോലെ അതൊരു സോഷ്യൽ സിറ്റുവേഷൻ എന്ന് നമുക്ക് പറയാൻ പറ്റും. നമ്മൾ സാധാരണഗതിയിൽ ഒരു അൺഒഫീഷ്യൽ ആയിട്ട് അല്ലെങ്കിൽ ഒരു പാർട്ടിക്ക് പോകുന്ന ഒരു ഡ്രസ്സോ അല്ല ഒരു സ്റ്റൈലോ അങ്ങനെയൊന്നും ആയിരിക്കത്തില്ല നമ്മളൊരു ഇൻ്റർവ്യൂവിന് നമ്മൾ അപ്പിയർ ചെയ്യാനായിട്ട് ഇരിക്കുമ്പോൾ നമ്മളുടെ ഒരു ഡ്രസ്സ് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ഇത് ഇങ്ങനെ ഒരു ചിന്ത നമ്മൾ വരുന്നത്? അയ്യോ, ഞാനൊരു ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ ഈ രീതിയിൽ ഞാൻ ഡ്രസ്സ് ചെയ്യണം, അല്ലെങ്കിൽ ഞാനൊരു അൺഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു മീറ്റിംഗ് അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെയുള്ള ഒരു മീറ്റിംഗ്, ഒരു ഗെറ്റ് ടുഗദറിന് എനിക്ക് ഈ രീതിയിലൊരു ഡ്രസ്സ് മതി. എന്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്? അതുപോലെ വേറൊരു സിറ്റുവേഷൻ നമ്മൾ പറയുമ്പോൾ ഇപ്പം നിർഭയ കേസ് വന്ന സമയത്ത് നമുക്കറിയാം പബ്ലിക് എത്രത്തോളം അതിന് പ്രൊട്ടസ്റ്റ് ഉണ്ടായിരുന്നു ഈ ഒരു കേസുമായിട്ട് സംബന്ധിച്ചിട്ട്. അപ്പം എങ്ങനെയായിരുന്നു പബ്ലിക് റിയാക്ട് ചെയ്തത്? റോഡിലേക്ക് അവർ ഇറങ്ങിയിട്ട് അവരെങ്ങനെയാണ് റിയാക്ട് ചെയ്തത്? അപ്പം ഇത്തരത്തിലുള്ള സിറ്റുവേഷൻസ്, ഇതിനെയൊക്കെ നമുക്ക് സോഷ്യൽ സിറ്റുവേഷൻസ് എന്ന് പറയാം. അതുപോലെ പലരും നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, മഹാത്മാഗാന്ധി, എബ്രഹാം ലിങ്കൻ, നെൽസൺ മണ്ടേല, ഇങ്ങനെയുള്ള ഒരുപാട് ലീഡേഴ്സ് എങ്ങനെയാണ് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? നമ്മളുടെ ചിന്തകളിൽ അല്ലെങ്കിൽ നമ്മളുടെ തീരുമാനങ്ങളിൽ, നമ്മളുടെ പെരുമാറ്റത്തിലൊക്കെ ഇവരെങ്ങനെയാണ് മാറ്റങ്ങൾ വരുത്തുന്നത്? ഇതിനെക്കുറിച്ചിട്ടാണ് നമ്മൾ സോഷ്യൽ സൈക്കോളജി എന്ന് പറയുന്ന ഈ ഒരു വിഷയത്തിലൂടെ കൂടുതലായിട്ട് മനസ്സിലാക്കുന്നത്. ഇപ്പൊ എങ്ങനെ മറ്റുള്ളവർ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു, നമ്മൾ എങ്ങനെ മറ്റുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു, ഹൗ പീപ്പിൾ ഇൻഫ്ലുവൻസ് അതേഴ്സ് ഓർ ആർ ഇൻഫ്ലുവൻസ്ഡ് ബൈ അതേഴ്സ്. ഈ ഒരു വിഷയമാണ് സോഷ്യൽ സൈക്കോളജിയിൽ സോഷ്യൽ സൈക്കോളജി എന്നൊരു വിഷയത്തിലൂടെ നമ്മൾ കൂടുതലായിട്ട് മനസ്സിലാക്കുന്നത്. സോഷ്യൽ സൈക്കോളജി എന്ന് പറയുന്നത് നമുക്കറിയാം സൈക്കോളജിയുടെ തന്നെ ഒരു ബ്രാഞ്ചാണ് സോഷ്യൽ സൈക്കോളജി എന്ന് പറയുമ്പോൾ. ഇതില് നമ്മൾ പഠിക്കുന്നത് ഹ്യൂമൻ ബിഹേവിയർ, ആളുകളുടെ പെരുമാറ്റം ഏത് സാഹചര്യത്തിൽ, ഒരു സോഷ്യൽ സിറ്റുവേഷൻസിൽ, സമൂഹമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ സാമൂഹ്യ സാഹചര്യത്തിൽ എങ്ങനെ ഒരു വ്യക്തി പെരുമാറുന്നു, ഏത് രീതിയിലാണ് പെരുമാറുന്നത്, എന്തുകൊണ്ടാണ് ആ ഒരു പെർട്ടിക്കുലർ രീതിയിൽ നമ്മൾ പെരുമാറുന്നത്, ഇതിനെ കുറിച്ചിട്ടാണ് സോഷ്യൽ സൈക്കോളജി എന്നുള്ള വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. ഫസ്റ്റ് യൂണിറ്റിൽ നമ്മൾ കവർ ചെയ്യുന്നത് 1 ഡെഫിനിഷൻ, നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് സോഷ്യൽ സൈക്കോളജി, 2 ഹിസ്റ്ററി ഓഫ് സോഷ്യൽ സൈക്കോളജി. ആദ്യം ഡെഫിനിഷൻസിലേക്ക് പോകാം. സോഷ്യൽ സൈക്കോളജി എന്ന് പറയുമ്പോൾ ഇതൊരു സയന്റിഫിക് സ്റ്റഡി ഓഫ് ഹൗ വി ഫീൽ അബൌട്ട്, എന്ത് നമുക്ക് തോന്നുന്നു ഒരു വ്യക്തിയെ പറ്റിയിട്ട്, എങ്ങനെ നമ്മൾ ചിന്തിക്കുന്നു ഒരു വ്യക്തിയെ പറ്റിയിട്ട്, എങ്ങനെ ആ വ്യക്തിയോട് നമ്മൾ പെരുമാറുന്നു എന്നുള്ളതാണ് നമ്മളുടെ ഈ ഒരു സോഷ്യൽ സൈക്കോളജി എന്ന് പറയുന്ന ആ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. അതുപോലെ എങ്ങനെയാണ് നമ്മളുടെ ചിന്തകളും നമ്മളുടെ തോന്നലുകളും അല്ലെങ്കിൽ നമ്മളുടെ പെരുമാറ്റങ്ങളും മറ്റു ആളുകളുടെ ഒരു പ്രസൻസിൽ അല്ലെങ്കിൽ അവരുടെ ഒരു ആക്ച്വൽ അല്ലെങ്കിൽ ഒരു ഇംപ്ലൈഡ് ആയിട്ടുള്ള ഒരു പ്രസൻസ് കൊണ്ട് നമ്മളിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുന്നു, എങ്ങനെയാണ് ഈ മാറ്റങ്ങൾ നമ്മൾ പോലും അറിയാതെ ചില സമയത്ത് സംഭവിക്കുന്നത്. ഇതാണ് ഈ ഒരു വിഷയത്തിൽ നമ്മൾ പഠിക്കുന്നത്. ഇറ്റ് ഈസ് എ സയന്റിഫിക് സ്റ്റഡി ഓഫ് ഹൗ വി ഫീൽ അബൌട്ട്, തിങ്ക് അബൌട്ട് ആൻഡ് ബിഹേവ് ടുവേർഡ്സ് ദ പീപ്പിൾ അറൌണ്ട് അസ്. മറ്റുള്ളവരോട് നമ്മൾ എങ്ങനെ പെരുമാറുന്നു എന്നുള്ളത്. ആൻഡ് ഹൗ അവർ ഫീലിംഗ്സ്, തോട്ട്സ് ആൻഡ് ബിഹേവിയേഴ്സ് ആർ ഇൻഫ്ലുവൻസ്ഡ് ബൈ ദോസ് പീപ്പിൾ ഇൻ ദ സോഷ്യൽ കോണ്ടെക്സ്റ്റ്. അടുത്ത ഒരു ഡെഫിനിഷൻ എന്ന് പറയുന്നത് ഇറ്റ് അറ്റംപ്റ്റ് ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് എക്സ്പ്ലെയിൻ ഹൗ ദ തോട്ട്, ഫീലിംഗ് ആൻഡ് ബിഹേവിയർ ഓഫ് ഇൻഡിവിജ്വൽസ് ആർ ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ ആക്ച്വൽ, ഇമാജിൻഡ് ഓർ ഇംപ്ലൈഡ് പ്രസൻസ് ഓഫ് അതർ ഹ്യൂമൻ ബീയിങ്സ്. അപ്പോൾ ഞാൻ ക്ലാസ്സിലേക്ക് വൈകി എത്താൻ പാടില്ല, കാരണം ടീച്ചർ അവിടെ നേരത്തെ എത്തിയിട്ടുണ്ടാവും. ടീച്ചറിനെ ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ ടീച്ചർ അവിടെ നേരത്തെ എത്തിയിട്ടുണ്ടാവാം എന്നുള്ളതാണ് ഇമാജിൻഡ് പ്രസൻസ് ഓഫ് അതേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതനുസരിച്ച് ഞാൻ നേരത്തെ റെഡി ആവുന്നു. ഞാൻ ചിലപ്പോൾ ഒരു ലേസി ആയിട്ടുള്ള വ്യക്തിയാണെങ്കിൽ പോലും എനിക്ക് ക്ലാസ്സിലേക്ക് ഞാൻ നേരത്തെ എത്തണം, അല്ലെങ്കിൽ ടീച്ചർ ചിലപ്പോൾ ചീത്ത പറയും, ടീച്ചർ അവിടെ എത്തിയിട്ടുണ്ടാകും എന്ന് പറയുന്നത്. അതുപോലെ ആക്ച്വൽ പ്രസൻസ് ഓഫ് അതേഴ്സ്, ടീച്ചറിന് മുന്നിൽ അല്ലെങ്കിൽ ഗ്രൂപ്പിന് മുന്നിൽ ഞാൻ എങ്ങനെ പെരുമാറുന്നു, അല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ഞാൻ എങ്ങനെയാണ് പെരുമാറുന്നത്, എന്താണ് ആ വ്യത്യാസം വരുന്നത്, എങ്ങനെയാണ് ആ വ്യത്യാസം വരുന്നത്, എന്താണ് അതിന് കാരണം,
അതുപോലെ ചില ഇമാജിൻഡ് പ്രസൻസ് വരുന്നു, അതുപോലെ ഇംപ്ലൈഡ് പ്രസൻസ്. ചിലപ്പം നമ്മളുടെ കൂടെ ജീവിച്ചിരുന്ന ഒരു വ്യക്തി ആയിരിക്കാം, അല്ലെങ്കിൽ ഇപ്പം നമ്മളുടെ പേരൻസ് ആയിരിക്കാം. അപ്പം പേരന്റ് മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ പോലും ആ പേരന്റ് പറഞ്ഞ അല്ലെങ്കിൽ ഗ്രാൻഡ് പാരന്റ് പറഞ്ഞ കാര്യങ്ങൾ എനിക്ക് ഓർമ്മയുണ്ട്. അപ്പൊ അതനുസരിച്ച് ഞാൻ മുമ്പോട്ട് പോകുന്നു. അപ്പൊ അവിടെ ഒരു റിയൽ പ്രസൻസ് ഇല്ലെങ്കിലും അത് നമ്മളുടെ ഉള്ളിലുണ്ട്, ആ ഒരു ഇംപ്ലൈഡ് ആയിട്ടുള്ള ഒരു പ്രസൻസ് നമുക്ക് ഫീൽ ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ഇത്തരത്തിലുള്ള ആ ഒരു പ്രസൻസ്, മറ്റുള്ളവരുടെ ആ ഒരു പ്രസൻസ് നമ്മളിൽ എത്രത്തോളം മാറ്റങ്ങൾ വരുത്തുന്നു, നമ്മൾ എത്രത്തോളം ഇൻഫ്ലുവൻസ്ഡ് ആക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. അടുത്ത ഡെഫിനേഷൻ ഇറ്റ്സ് എ സയന്റിഫിക് സ്റ്റഡി ഓഫ് ഹൗ പീപ്പിൾ തിങ്ക് അബൌട്ട് ഇൻഫ്ലുവൻസ് ആൻഡ് റിലേറ്റ് ടു വൺ അനദർ. എങ്ങനെയാണ് ഞാൻ എൻ്റെ ഫ്രണ്ട്സുമായിട്ട് റിലേറ്റ് ചെയ്യുന്നത്, എൻ്റെ കൊളീഗുമായിട്ട് ഞാൻ എങ്ങനെയാണ് റിലേറ്റ് ചെയ്യുന്നത്, എൻ്റെ ഫാമിലിയായിട്ട് ഞാൻ എങ്ങനെയാണ് റിലേറ്റ് ചെയ്യുന്നത്, എന്തൊക്കെ മാറ്റങ്ങൾ നമ്മൾ അവരിലൂടെ സംഭവിക്കുന്നു, അല്ലെങ്കിൽ അവരുടെ പെരുമാറ്റത്തിലൂടെ എത്രത്തോളം നമ്മളിൽ മാറ്റങ്ങൾ വരുത്തുന്നു, ഇതൊക്കെയാണ് ഇതിൽ വരുന്നത്. അടുത്തൊരു ഡെഫിനിഷൻ ഇസ് എ സയന്റിഫിക് സ്റ്റഡി ദാറ്റ് സീക്ക് ടു അണ്ടർസ്റ്റാൻഡ് ദ നേച്ചർ ആൻഡ് കോസ് ഓഫ് ഇൻഡിവിജ്വൽ ബിഹേവിയർ ആൻഡ് തോട്ട്. നമുക്കറിയാം സൈക്കോളജി എന്ന് പറയുന്ന വിഷയത്തിൽ ഇസ് എ സയന്റിഫിക് സ്റ്റഡി ഓഫ് ബിഹേവിയർ ആൻഡ് കോഗ്നിറ്റീവ് പ്രോസസ്സസ്. അപ്പൊ സോഷ്യൽ സൈക്കോളജി എന്ന് പറയുമ്പോൾ അതിൽ നമ്മൾ ഈ പറഞ്ഞ ബിഹേവിയറും തോട്ടും ഇൻ സോഷ്യൽ സിറ്റുവേഷൻസ്, ഒരു പെർട്ടിക്കുലർ സോഷ്യൽ സിറ്റുവേഷനിൽ ഞാൻ ഏത് രീതിയിൽ ചിന്തിക്കുന്നു, അതനുസരിച്ച് ഞാൻ ഏത് രീതിയിൽ പെരുമാറുന്നു, ഇതിനെക്കുറിച്ചിട്ടുള്ള പഠനമാണ് വരുന്നത്. അപ്പോൾ ഈ ഡെഫിനിഷൻസിൽ ഏതെങ്കിലും ഒന്നോ രണ്ടോ ഡെഫിനിഷൻസ് കൃത്യമായിട്ട് പഠിക്കുക എക്സാമിന്. അതുപോലെ ഡെഫിനിഷൻ എഴുതുമ്പോൾ തീർച്ചയായിട്ടും ആരാണ് ആ ഡെഫിനിഷൻ കൊണ്ടുവന്നത്, ഏത് വർഷമാണ് ആ ഡെഫിനിഷൻ വന്നത്, ഇത്രയും കാര്യങ്ങൾ നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക. അടുത്തത് നേച്ചർ ഓഫ് സോഷ്യൽ സൈക്കോളജി. നമുക്കറിയാം സൈക്കോളജി എന്ന് പറയുന്നത് ഇതൊരു സയന്റിഫിക് സ്റ്റഡിയാണ്. നമ്മളൊരു ഊഹത്തിന്റെ പുറത്തോ അല്ലെങ്കിൽ നമ്മളുടെ മാത്രം ഒരു ചിന്തയുടെ പുറത്തോ എടുക്കുന്ന ഒരു തീരുമാനങ്ങൾ അല്ലെങ്കിൽ എടുക്കുന്ന ഒരു സ്റ്റഡി ആയിട്ടല്ല നമ്മൾ സൈക്കോളജിയെ മനസ്സിലാക്കുന്നത്. സോ സൈക്കോളജി എന്ന് പറയുന്നത് സയന്റിഫിക് സ്റ്റഡി ആയതുകൊണ്ട് തന്നെ സോഷ്യൽ സൈക്കോളജിയുടെ ഒരു ബ്രാഞ്ചായ സോഷ്യൽ സൈക്കോളജിയും അതും ഒരു സയന്റിഫിക് സ്റ്റഡി തന്നെയാണ്. വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് നമ്മൾ കാര്യങ്ങൾ ഒബ്സർവ് ചെയ്യുന്നത്. അതുപോലെ അതിനെ ഒബ്സർവ് ചെയ്ത ആ ഒരു പെർട്ടിക്കുലർ ബിഹേവിയർ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്നു, അതിനെ നമ്മൾ മെഷർ ചെയ്യുന്നു. അപ്പം ഇതൊന്നും നമ്മളൊരു ഊഹത്തിന് പുറത്തോ അല്ലെങ്കിൽ ഒരു ബിലീഫിന് പുറത്തോ അല്ലെങ്കിൽ ഒരു സ്പെക്കുലേഷന് പുറത്തോ അല്ല നമ്മൾ ഈ ഒരു പൂർണ്ണമായിട്ടുള്ള ഇതിന്റെ ഒരു മനസ്സിലാക്കൽ വരുന്നത്. And it carry out 3 activities: description, explanation and prediction of social behavior. ഒരു പെർട്ടിക്കുലർ സോഷ്യൽ ബിഹേവിയർ, ഒരു വയലൻസ് നമ്മൾ കാണുന്നു, അത് വയലൻസ് ആണ്, കാണിക്കുന്നത് വയലൻസ് ആണ് എന്ന് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്നു, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു വയലൻസ് വരുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു പെർട്ടിക്കുലർ സാഹചര്യം വന്നു കഴിഞ്ഞാൽ ആളുകൾ വയലന്റ് ആവാനുള്ള സാധ്യത ഉണ്ട്, അങ്ങനെ ഒരു പ്രഡിക്ഷനും നമ്മൾ വരുന്നു. സോ ഇതെല്ലാം വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത് പിന്നീട് ഇത്തരത്തിലുള്ള സാഹചര്യം വരുമ്പോൾ ഇതിന്റെ ഒരു പോസിബിലിറ്റി നമ്മൾ മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. സോ സോഷ്യൽ സൈക്കോളജി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സയന്റിഫിക് ഇൻ നേച്ചർ എന്ന് നമുക്ക് പറയാം. ആൻഡ് ഇറ്റ് സ്റ്റഡീസ് ഇൻഡിവിജ്വൽസ് തോട്ട്സ്, ഫീലിങ്സ് ആൻഡ് ബിഹേവിയർ. നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു, ഓരോ വ്യക്തികളുടെയും ചിന്തകളും തോന്നലുകളും അതുപോലെ അതനുസരിച്ചുള്ള തീരുമാനങ്ങളും. ഞാനൊരു വ്യക്തിയെക്കുറിച്ച് ആലോചിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ആ വ്യക്തിയോടുള്ളൊരു ഫീലിംഗ്, അതൊരു ലൈക്കോ ഒരു ഡിസ്ലൈക്കോ ആയിട്ടുള്ള ഒരു ഫീലിംഗ് വരുന്നു. ആ ലൈക്കോ അല്ലെങ്കിൽ ആ ഒരു ഡിസ്ലൈക്ക് ഫീലിങ്ങിനനുസരിച്ചിട്ട് ഒരു ബിഹേവിയർ വരുന്നു. ഓക്കെ, സോ അതാണ് നമ്മൾ പഠിക്കുന്നത്. സോ വി ആർ സ്റ്റഡിങ് ദ ഇൻഡിവിജ്വൽസ് തോട്ട്, ഫീലിങ്സ് ആൻഡ് ബിഹേവിയർ. അത് നമ്മൾ ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷൻ, ഒരു സോഷ്യൽ സിറ്റുവേഷനിൽ കോണ്ടെക്സ്റ്റിൽ നമ്മൾ ഇതിനെ മനസ്സിലാക്കുന്നതിനാണ് നമ്മൾ സോഷ്യൽ സൈക്കോളജി എന്ന് നമ്മൾ പറയാം. സോ ഇറ്റ് സ്റ്റഡീസ് ഇൻഡിവിജ്വൽസ് തോട്ട്സ്, ഫീലിങ്സ് ആൻഡ് ബിഹേവിയർ ഇൻ സോഷ്യൽ കോണ്ടെക്സ്റ്റ്. കേർട്ട് ലെവിനെയാണ് നമ്മൾ ഫൗണ്ടർ ഓഫ് സോഷ്യൽ സൈക്കോളജി നമ്മൾ പറയുന്നത്. സോ അദ്ദേഹത്തിന്റെ ഒരു ഫോർമുല അനുസരിച്ച് സോഷ്യൽ ബിഹേവിയർ എന്ന് പറയുമ്പം അവിടെ ഇൻഡിവിജ്വലിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സും അതുപോലെ എൻവയോൺമെന്റും, ഇത് രണ്ടിന്റെയും ഒരു ഫംഗ്ഷൻ ആയിട്ട് അല്ലെങ്കിൽ ഒരു ഇന്ററാക്ഷന്റെ ഫലമായിട്ടാണ് നമ്മുടെ ഒരു സോഷ്യൽ ബിഹേവിയർ, ഒരു സാമൂഹികമായിട്ടുള്ള നമ്മുടെ ഒരു പെരുമാറ്റത്തിന്റെ കാരണം എന്ന് പറയുന്നത് ആ പെർട്ടിക്കുലർ സിറ്റുവേഷൻ എങ്ങനെയാണെന്നും അവിടെ നിൽക്കുന്ന അവസ്ഥയിലുള്ള എൻ്റെ ഒരു ഇൻഡിവിജ്വലിന്റെ ഒരു പെർട്ടിക്കുലർ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്നും. ഇപ്പം ഒരേ സിറ്റുവേഷൻ തന്നെ 2, 3 അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഗ്രൂപ്പിലുള്ള 5 പേരുള്ള ഒരു ഗ്രൂപ്പാണെങ്കിൽ 5 പേരും 5 തരത്തിൽ വേണമെങ്കിൽ പെരുമാറാം. സോ അതാണ് ഇൻഡിവിജ്വൽ ക്യാരക്ടറിസ്റ്റിക്സിന് അവിടെ പ്രാധാന്യമുണ്ട്. അതുപോലെ ആ പെർട്ടിക്കുലർ സിറ്റുവേഷന്റെ പ്രാധാന്യം, ഇത് രണ്ടും കണക്കിലെടുത്തിട്ട് അതിന്റെ ഒരു ഇന്ററാക്ഷന്റെ ഫലമായിട്ടാണ് ഒരു സോഷ്യൽ ബിഹേവിയർ സംഭവിക്കുന്നത്. അതാണ് കേർട്ട് ലെവിന്റെ ഒരു എക്സ്പ്ലനേഷൻ. ആൻഡ് ഹി ഈസ് കൺസിഡേർഡ് ആസ് ദ ഫൗണ്ടർ ഓഫ് സോഷ്യൽ സൈക്കോളജി.
ദെൻ അടുത്തത് സ്കോപ്പ് ഓഫ് സോഷ്യൽ സൈക്കോളജിയാണ്. സോ അപ്പം നമ്മൾ ആദ്യം ഡെഫിനിഷൻ കണ്ടു, ദെൻ നേച്ചർ കണ്ടു, അടുത്തത് സ്കോപ്പാണ്. സ്കോപ്പ് എന്ന് പറയുമ്പം എന്താണ് സോഷ്യൽ സൈക്കോളജിയിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് മനസ്സിലാക്കുന്നത്, ഏതൊക്കെ മേഖലകളെ കുറിച്ചിട്ടാണ് നമ്മൾ ചിന്തിക്കുന്നത് സോഷ്യൽ സൈക്കോളജി എന്ന് പറയുന്ന ആ വിഷയത്തിലൂടെ. സോ സോഷ്യൽ സൈക്കോളജിയിൽ നമ്മൾ ആറ്റിറ്റ്യൂഡിനെ പറ്റി മനസ്സിലാക്കുന്നു. ഒരു പെർട്ടിക്കുലർ ആറ്റിറ്റ്യൂഡ്, ഫോർ എക്സാമ്പിൾ ഇപ്പം വിഡോ റീമാരേജിനെ കുറിച്ചിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ്. അപ്പം എന്താണ്, ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡാണോ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡാണോ? ഇപ്പം എനിക്കൊരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡായിരുന്നു, പക്ഷെ പിന്നെ ഒരു സാഹചര്യം വന്നപ്പോൾ അത് നെഗറ്റീവ് ആറ്റിറ്റ്യൂഡിലേക്ക് മാറി. എങ്ങനെയാണ് ആ ആറ്റിറ്റ്യൂഡ് ചേഞ്ച് നമ്മളിൽ സംഭവിച്ചത്? ആരാണ് അതിനെ കോൺട്രിബ്യൂട്ട് ചെയ്ത് ഏത് സാഹചര്യമാണ് കോൺട്രിബ്യൂട്ട് ചെയ്തതെന്നുള്ളത്. സോ ഇതിനെ കുറിച്ചിട്ടൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സോഷ്യൽ സൈക്കോളജിയിലൂടെ സാധിക്കും. സോഷ്യൽ സൈക്കോളജിസ്റ്റ് ഇത്തരത്തിലുള്ള വിഷയങ്ങളെ കുറിച്ചിട്ട് എംഫസൈസ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. ദെൻ സോഷ്യൽ കോഗ്നിഷൻ, എങ്ങനെയാണ് നമ്മളെ ചിന്തകൾ പോകുന്നത്, എങ്ങനെയാണ് ഓരോ വ്യക്തിയുടെയും ചിന്തകൾ അനുസരിച്ച് ഒരു പർട്ടിക്കുലർ സോഷ്യൽ സിറ്റുവേഷൻ വരുമ്പം എങ്ങനെയാണ് പെരുമാറുന്നത്, അതാണ് സോഷ്യൽ കോഗ്നിഷനിൽ മനസ്സിലാക്കുക. ദെൻ സോഷ്യൽ ഇൻഫ്ലുവൻസ്, ഒരു വ്യക്തി വേറൊരു വ്യക്തിയെ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു, ഒരു ഗ്രൂപ്പ് വേറൊരു വ്യക്തിയെ, ഒരു പർട്ടിക്കുലർ വ്യക്തിയെ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു, ഒരു വ്യക്തി ഒരു ഗ്രൂപ്പിനെ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു, ഒരു ഗ്രൂപ്പ് വേറൊരു ഗ്രൂപ്പിനെ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. സോ ഇതാണ് സോഷ്യൽ ഇൻഫ്ലുവൻസിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ ടേംസ് എല്ലാം ദിസ് ഓൾ വിൽ കം അണ്ടർ സോഷ്യൽ സൈക്കോളജി. ദെൻ അതുപോലെ സോഷ്യൽ സൈക്കോളജിസ്റ്റിന്റെ വളരെ ഇൻട്രസ്റ്റ് ഉള്ള വേറൊരു മേഖലയാണ് എന്തുകൊണ്ട് ആളുകൾ പ്രോ സോഷ്യലായിട്ട് ബിഹേവ് ചെയ്യുന്നു, എന്തുകൊണ്ട് ആളുകൾ ഹെൽപ്പ് ചെയ്യുന്നു, എന്തുകൊണ്ട് ആളുകൾ മറ്റൊരാളെ സ്നേഹിക്കുന്നു, എന്തുകൊണ്ട് ആളുകൾ മറ്റൊരാളെ സഹായിക്കുന്നു, എന്തുകൊണ്ട് ചില സിറ്റുവേഷനിൽ സഹായിക്കുന്നില്ല എന്നുള്ളത്. അപ്പൊ ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ സോഷ്യൽ സൈക്കോളജിസ്റ്റിന് ഇൻട്രസ്റ്റ് ഉള്ള മേഖലകളായിട്ട് നമ്മൾ കണക്കാക്കുന്നു. അതുപോലെ ഹോസ്റ്റിലിറ്റി, എന്താണ് അഗ്രഷൻ, എന്താണ് പ്രെജുഡിസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ദെൻ പിന്നെ ഗ്രൂപ്പ് എങ്ങനെയാണ് ഒരു ഗ്രൂപ്പ്, ഒരു പെർട്ടിക്കുലർ സോഷ്യൽ ഗ്രൂപ്പ് അല്ലെങ്കിൽ പെർട്ടിക്കുലർ പൊളിറ്റിക്കൽ ഗ്രൂപ്പ് എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നത്, എന്താണ് അതിൻ്റെ ഒരു ഡൈനമിക്സ്, എങ്ങനെയാണ് അതിൻ്റെ ഒരു ഡെവലപ്മെന്റ് എങ്ങനെയാണ് പോകുന്നത്, എങ്ങനെയാണ് അത് ഗ്രൂപ്പ് സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്, ഹൈറാർക്കി എങ്ങനെയാണ് പോകുന്നത്, എങ്ങനെയാണ് ആ ഗ്രൂപ്പിലുള്ള ആളുകളുടെ ഒരു പെർഫോമൻസ് എങ്ങനെയാണ്, ഇതെല്ലാം സോഷ്യൽ സൈക്കോളജിസ്റ്റ് പഠിക്കുന്ന പല ഫിനോമിനകളിൽ ഒന്നാണ്. സോ വാട്ട് ഡു സോഷ്യൽ സൈക്കോളജിസ്റ്റ് സ്റ്റഡി? എന്തൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത്? ഒന്ന്, ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റഡി വൈ വി ആർ ഓഫൺ ഹെൽപ്ഫുൾ ടു അതർ പീപ്പിൾ ആൻഡ് വൈ വി മേ ബി അൺഫ്രണ്ട്ലി. ചില സമയത്ത് നമ്മൾ ഒരു വ്യക്തികളെ സഹായിക്കുന്നു, ചില സമയത്ത് നമ്മൾ സഹായിക്കുന്നില്ല. എന്തുകൊണ്ടാണ് ആ കാര്യം? അപ്പൊ സോഷ്യൽ സിറ്റുവേഷൻ സെയിം ആണെങ്കിലും ചിലപ്പോൾ നമ്മളുടെ മൂഡായിരിക്കും നമ്മൾ അവിടെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. ഒരു പെർട്ടിക്കുലർ മൂഡിലിരിക്കുമ്പോൾ എനിക്ക് സഹായിക്കാൻ തോന്നി, ചിലപ്പം അല്ലാത്തൊരു മൂഡ് വന്നപ്പം ഞാൻ സഹായിച്ചില്ല, ഞാൻ മൈൻഡ് ചെയ്തില്ല, അല്ലെങ്കിൽ ഞാൻ ചിലപ്പം അഗ്രസീവായിട്ട് റിയാക്ട് ചെയ്തു എന്നുള്ളത്. അതുപോലെ ഒരു പെർട്ടിക്കുലർ ഒരു ഗുഡ് റിലേഷൻഷിപ്സിന്റെ ഒരു ബെനിഫിറ്റ് മനസ്സിലാക്കുന്നത്, അതുപോലെ ലോൺലി ആയിട്ട് ഇരിക്കുമ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് എങ്ങനെയാണ്, അതിൻ്റെ ഒരു കോസ്റ്റ് എങ്ങനെയാണ്, അല്ലെങ്കിൽ അതിലും എന്തെങ്കിലും മെച്ചം ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാറുണ്ട്. ദെൻ ഈ സ്റ്റഡി വാട്ട് ഫാക്ടേഴ്സ് ലീഡ് പീപ്പിൾ ടു പർച്ചേസ് വൺ പ്രോഡക്റ്റ്. ചില പ്രോഡക്ട്സ് നമ്മൾ വാങ്ങിക്കുന്നത്, അപ്പൊ ആ ഒരു കംപ്ലൈൻസ് എങ്ങനെയാണ്, ആ കംപ്ലൈൻസ് എങ്ങനെയാണ് വരുന്നത്, അതിനുള്ള ടാക്ടിക്സ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. ദെൻ എങ്ങനെയാണ് മെൻ ആൻഡ് വുമൻ അവര് ബിഹേവ് ചെയ്യുന്നത്, ഡിഫറൻസ് സോഷ്യൽ സെറ്റിങ്സിൽ ഒരു മെൻ ബിഹേവ് ചെയ്യുന്ന പോലെ ആയിരിക്കണമെന്നല്ല ഒരു വിമൻ ബിഹേവ് ചെയ്യുന്നത്, തിരിച്ചും. സോ ആ ഒരു പെർട്ടിക്കുലർ സോഷ്യൽ സിറ്റുവേഷന്റെ ഒരു ഇൻഫ്ലുവൻസ് അവിടെ വരുന്നു, അതുപോലെ ഒരു ജെൻഡർ ഡിഫറൻസിന്റെ ഇൻഫ്ലുവൻസും അവിടെ വരുന്നു. സോ ഇതിനെ കുറിച്ചിട്ടെല്ലാം നമ്മൾ സോഷ്യൽ സൈക്കോളജിസ്റ്റ് പഠിക്കാൻ ശ്രമിക്കാറുണ്ട്. നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള മേഖലകളിൽ പലതുമാണ് ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അടുത്തത് ഹിസ്റ്ററിക്കൽ ഡെവലപ്മെന്റ് ഓഫ് സോഷ്യൽ സൈക്കോളജി. സോഷ്യൽ സൈക്കോളജി ഏത് വിഷയം ആയാലും, സോഷ്യൽ സൈക്കോളജി തന്നെയല്ല ഏതൊരു വിഷയമാണെങ്കിലും ആദ്യം വരുന്നത് നമ്മളുടെ ചിന്തകളിലാണ്. സോ ടു ഏർലിയർ ഫോംസ് ഓഫ് സോഷ്യൽ തോട്ട് എന്ന് പറയുന്നത് ഒന്ന് പ്ലാറ്റോണിക് ആയിട്ടുള്ള ഒരു തോട്ടും പിന്നെ അരിസ്റ്റോട്ടേലിയൻ തോട്ടും. പ്ലാറ്റോണിക് തോട്ടിൽ പറയുന്നത് ഇൻഡിവിജ്വൽസിനെ എഡ്യൂക്കേറ്റ് ചെയ്യണം, അതായത് അവരെ വളർത്തിയെടുക്കണം, എന്നാലാണ് ഒരു സോഷ്യൽ ബീയിങ് ആവുള്ളൂ. സോഷ്യൽ ബീയിങ് ആവണമെങ്കിൽ അത്തരത്തിലുള്ള ഒരു വളർച്ച അവരിൽ സംഭവിച്ചാലാണ് അവർ അങ്ങനെ ആവുള്ളൂ എന്നാണ് പ്ലാറ്റോണിക് തിയറിയിൽ പറയുന്നത്, തോട്ടിൽ പറയുന്നത്. അരിസ്റ്റോട്ടേലിയൻ തോട്ടിൽ പറയുന്നത് ബൈ നേച്ചർ ആളുകൾ സോഷ്യൽ ബീയിങ് ആണ്, അതായത് അവർക്ക് ഒരുമിച്ച് ജീവിക്കാൻ സാധിക്കും, അവർക്ക് ഒരു റിലേഷൻഷിപ്സിൽ എൻ്റർ ചെയ്യാനായിട്ട് അവർക്ക് സാധിക്കും, അവരെ പഠിപ്പിച്ച് കൊടുക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ് അരിസ്റ്റോട്ടേലിയൻ തോട്ടിൽ വരുന്നത്. അപ്പൊ ഇപ്പൊ ആ തോട്ട് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ചിന്തകളിൽ നമുക്ക് വേറെ ഒരു പേര് എന്ന് പറയുന്നത്
ഇപ്പോഴത്തെ നൗ ദീസ് ട്രഡീഷൻസ് ഓഫ് തോട്ടിനെ നമ്മളിപ്പോ പറയുന്ന പേര് സോഷ്യോ സെന്റേർഡ്, ഇൻഡിവിജ്വൽ സെന്റേർഡ് എന്നാണ് പറയുന്നത്. ഇപ്പൊ സോഷ്യൽ സെന്റേർഡ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് മോർ റിലേറ്റഡ് ടു അരിസ്റ്റോട്ടേലിയൻ തോട്ട്, ആൻഡ് ഇൻഡിവിജ്വൽ സെന്റേർഡ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് മോർ റിലേറ്റഡ് ടു പ്ലാറ്റോണിക് തോട്ട്. സോഷ്യൽ സെന്റേർഡ് എന്ന് പറയുമ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ ഒരു ഗ്രൂപ്പ് എങ്ങനെ ഒരു ഇൻഡിവിജ്വലിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു, ഒരു പാർട്ടി എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു, ഒരു പെർട്ടിക്കുലർ ഒരു ഗ്യാങ് എങ്ങനെയാണ് അതിലുള്ള ഓരോ വ്യക്തികളും ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. അതാണ് സോഷ്യൽ സെന്റേർഡ് അപ്രോച്ചിൽ പറയുന്നത്. ഇൻഡിവിജ്വൽ സെന്റേർഡ് അപ്രോച്ചിൽ ഒരു സോഷ്യൽ സിസ്റ്റം വർക്ക് ചെയ്യുന്നത് മോശമായി അതിനകത്ത് ഈ ഒരു വ്യക്തിയുടെ ഒരു പ്രോബ്ലം കൊണ്ടാണ്, അല്ലെങ്കിൽ അതിൽ വരുന്ന ഓരോ വ്യക്തികളുടെയും പ്രോസസ്സ് അല്ലെങ്കിൽ കോഗ്നിറ്റീവ് പ്രോസസ്സ് അതിന്റെ ഫങ്ഷൻസിന്റെ ഫലമായിട്ടാണ് ഈ ഒരു പെർട്ടിക്കുലർ ഗ്രൂപ്പ് ഇങ്ങനെ വർക്ക് ചെയ്യുന്നത് എന്നുള്ള ഒരു കോൺസെപ്റ്റിലാണ് ഇൻഡിവിജ്വൽ സെന്റേർഡിൽ വരുന്നത്. സോ ഈ പണ്ട് പറഞ്ഞ പ്ലാറ്റോണിക് അല്ലെങ്കിൽ അരിസ്റ്റോട്ടലിയൻ തോട്ട്സിന്റെ ഇപ്പോഴത്തെ ഒരു ഫോം അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു മോഡ് എന്ന് പറയുന്നത് സോഷ്യോ സെന്റേർഡ് അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ സെന്റേർഡ് എന്നാണ് പറയുന്നത്. ദെൻ പിന്നീട് വന്ന സോഷ്യോളജിക്കൽ തോട്ട് എന്ന് പറയുന്നത് ഹെഡണിസം ആൻഡ് യൂട്ടിലിറ്റേറിയനിസം. ഇതെല്ലാം ചിന്തകളിലാണ്, ആദ്യം നമ്മളുടെ ചിന്തകളിലാണ് വരുന്നത്. ആ ചിന്തകൾക്കനുസരിച്ച് പിന്നെ നമ്മൾ വർക്ക് ചെയ്യുകയാണ് അടുത്ത സ്റ്റെപ്പിൽ വരുന്നത്. സോ ഹെഡണിസത്തിൽ പറയുന്നത് പീപ്പിൾ ആക്ട് ആൻഡ് സെക്യൂർ ആൻഡ് മെയിൻറ്റെയിൻ പ്ലഷർ ആൻഡ് ടു റെഡ്യൂസ് ഓർ അവോയ്ഡ് പെയിൻ. അപ്പോൾ ആളുകൾ ഓരോ കാലത്തും ആക്ട് ചെയ്യുന്നത് അവർക്ക് പ്ലഷർ ഉണ്ടാവാനും അതുപോലെ പെയിൻ റെഡ്യൂസ് ചെയ്യാനും വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ് ഹെഡണിസം കോൺസെപ്റ്റിൽ പറയുന്നത്. ദെൻ യൂട്ടിലിറ്റേറിയനിസം കോൺസെപ്റ്റിൽ പറയുന്നത് എപ്പോഴും ഒരുപാട് പേർക്ക് സന്തോഷം വരുന്ന കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് യൂട്ടിലിറ്റേറിയനിസം കോൺസെപ്റ്റ്സിൽ വരുന്നത്. സോ ഇതാണ് അടുത്തൊരു തോട്ടിൽ വരുന്നത്. പിന്നീട് കേർട്ട് ലെവിനെല്ലാം വന്നപ്പോൾ എങ്ങനെയാണ് മറ്റുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്യുക, അതിൻ്റെ ഒരു പവർ എങ്ങനെയാണ് നമ്മൾ കിട്ടുന്നത്, ഈ പവർ ഇല്ലാത്തവർ എങ്ങനെയാണ് സർവൈവ് ചെയ്യുന്നത്, ഇതിനെ കുറിച്ചിട്ടൊക്കെ ഉള്ള ചിന്തകൾ വന്നു. ദെൻ അഗ്രഷൻ, കൺഫർമിറ്റി ടു പ്രഷർ, ഒബീഡിയൻസ് ടു അതോറിറ്റി, ദെൻ പവർ ഇൻ ലാംഗ്വേജ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം പിന്നീട് വന്നു. ഇത്തരത്തിലുള്ള ടേംസിനെ കുറിച്ചിട്ടുള്ള ചിന്തകൾ അല്ലെങ്കിൽ ഇത്തരത്തില് ഇതൊക്കെ എങ്ങനെ സംഭവിക്കുന്നു എന്നുള്ള ചിന്തകളാണ് പിന്നീട് വന്നത്. അടുത്തത് സെക്കൻഡ് സ്റ്റേജ് ഓഫ് ഡെവലപ്മെന്റ്. അപ്പൊ ആദ്യം നമ്മളൊരു തോട്ടിലായിരുന്നു, ആ തോട്ട് കഴിഞ്ഞ് പിന്നെ സെക്കൻഡ് സ്റ്റേജിലാണ് സോഷ്യൽ സൈക്കോളജി ഒരു പെർട്ടിക്കുലർ ഒരു സെപ്പറേറ്റ് ഡിസിപ്ലിൻ ആയിട്ട് സ്റ്റാർട്ട് ചെയ്തത്. സോ എങ്ങനെയാണ് ഒരു പെർട്ടിക്കുലർ ഒരു സെപ്പറേറ്റ് ഡിസിപ്ലിൻ ആവാൻ കാരണം ചില പ്രോബ്ലംസ് സോഷ്യോളജിക്കൽ ആണെന്നും ചില പ്രോബ്ലംസ് പ്യൂർലി സൈക്കോളജിക്കൽ ആണെന്നും നമുക്ക് മനസ്സിലാക്കിയിരുന്നു. പിന്നീട് വന്ന ചില കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ അവിടെ സോഷ്യോ സൈക്കോളജിക്കൽ പ്രോബ്ലംസ്, അവിടെ സമൂഹത്തിനും ബാധ്യതയുണ്ട്, അവിടെ ജീവിക്കുന്ന ആളുകൾക്കും ആ പ്രശ്നത്തിൽ ബാധ്യതയുണ്ട്. അപ്പം സമൂഹത്തിനെയും ആളുകളെയും ഒരുപോലെ കൈകാര്യം ചെയ്യേണ്ട ഇഷ്യൂസ് വന്നപ്പോഴാണ് സോഷ്യൽ സൈക്കോളജി എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ ഒരു ഡിസിപ്ലിൻ അല്ലെങ്കിൽ ഒരു സെപ്പറേറ്റ് ഡിസിപ്ലിൻ എമർജ് ചെയ്യാനുള്ള ഒരു കാരണമായിട്ട് പറയുന്നത്. സോ അതിനുശേഷം പീപ്പിൾ സൈക്കോളജി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് വന്നു. ആ സമയത്താണ് നമ്മളുടെ ബുക്സുകൾ, അത് 2 ബുക്സാണ് മെയിൻ ആയിട്ട് പറയുന്നത്. ഇൻട്രൊഡക്ഷൻ ടു സോഷ്യൽ സൈക്കോളജി, അത് വില്യം മെക്ഡഗലാണ്. ദെൻ സോഷ്യൽ സൈക്കോളജി ബൈ E.A. റോസ്. അതിൽ റോസിന്റെ ബുക്കിൽ കൂടുതൽ യൂണിഫോമിറ്റീസിനെ പറ്റിയിട്ടാണ് പറഞ്ഞിരുന്നതെങ്കിൽ മെക്ഡോഗലിന്റെ ബുക്കിൽ ഇൻബോൺ ഇൻസ്റ്റിങ്സിനെ പറ്റിയിട്ടാണ് പറഞ്ഞത്. സോ ഈ 2 ബുക്സാണ് ഇനീഷ്യൽ ബുക്സ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് സോഷ്യൽ സൈക്കോളജിയിൽ. അതുപോലെ ഒരു മാനുവൽ ഉണ്ടായിരുന്നു, മാനുവൽ ഇൻ സോഷ്യൽ സൈക്കോളജി. അതിൽ സോഷ്യൽ ആൻഡ് എത്തിക്കൽ ഇന്റർപ്രിട്ടേഷൻ ഇൻ മെന്റൽ ഡെവലപ്മെന്റിനെ കുറിച്ചിട്ടായിരുന്നു ഫോക്കസ് ചെയ്തിരുന്നത്. സോ തിയറി ഓഫ് ഇൻസ്റ്റിങ്സിൽ പറയുന്നത് നമ്മളുടെ ഒരു പെർട്ടിക്കുലർ സോഷ്യൽ ബിഹേവിയർ, ഒരു വയലൻസ് പോലുള്ള സോഷ്യൽ ബിഹേവിയറിന്റെ എന്തെങ്കിലും ഒരു ഇൻസ്റ്റിങ്ക്റ്റ്, ഒരു ഇപ്പം ഇറോസ് ആൻഡ് തെനറ്റോസ് എന്ന് പറയുന്ന പോലെ തെനറ്റോസ് പോലെയുള്ള ഇൻസ്റ്റിങ്സ് നമ്മളിൽ ഉണ്ടാവും. അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു പെർട്ടിക്കുലർ രീതിയിൽ പെരുമാറുക എന്നുള്ളതാണെന്ന് ഒരു തിയറി ഓഫ് ഇൻസ്റ്റിങ്സിൽ പറഞ്ഞിരിക്കുന്നത്. സോ അപ്പൊ ഇത്തരത്തിലുള്ള ചിന്തകളും ഇതിനനുസരിച്ചുള്ള കാര്യങ്ങളെല്ലാം വന്നപ്പം ഇതെല്ലാം നമ്മളൊന്ന് എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കാം, ഇങ്ങനെയൊക്കെ തന്നെയാണോ അതോ എന്റെ ചിന്തകൾ ശരിയാണോ, ഞങ്ങളുടെയൊക്കെ ചിന്തകൾ ശരിയാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് എക്സ്പെരിമെന്റ്സ് നടത്തുക. അതായിരുന്നു അടുത്ത ഒരു സ്റ്റേജിൽ വന്നത്. സോ അറ്റ് ദ എൻഡ് ഓഫ് 19th century ആൻഡ് ദ ബിഗിനിങ് ഓഫ് 20th century ആ സമയത്താണ് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് മെഷർ ചെയ്ത് നോക്കാം ഈ തോട്ട്സും ഫീലിങ്സും അതുപോലെ ഹ്യൂമൻ ബിഹേവിയേഴ്സും ഇതിനെ കുറിച്ചിട്ട് കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇതെല്ലാം ഒന്ന് മെഷർ ചെയ്ത് നോക്കാം എന്നൊരു സ്റ്റേജിലേക്ക് വന്നു. സോ ദാറ്റ് ഈസ് ദ ബിഗിനിങ് ഓഫ് എക്സ്പെരിമെന്റൽ റിസർച്ച്. സോ ഇതിൽ നോർമൻ ട്രിപ്ലെറ്റ്
അദ്ദേഹം ഡൈനാമജറ്റിക് ഇഫക്ട്സ് ഓഫ് പേസ് മേക്കിംഗ്, അതായത് ഇൻഡിവിജ്വലിന്റെ ഒരു പെർഫോമൻസ് എങ്ങനെയാണ് മറ്റുള്ളവരുടെ ഒരു പ്രസൻസ് വരുമ്പം ഇൻഡിവിജ്വലിന്റെ പെർഫോമൻസ് കൂടുകയാണോ കുറയാണോ, മെച്ചപ്പെടുകയാണോ അതോ മോശമാവുകയാണോ, ഇതിനെ കുറിച്ചിട്ട് പഠിച്ചു നോർമൻ ട്രിപ്ലറ്റ്. അതിനുശേഷം ഓൾപോർട്ട് പഠിച്ചു. ഓൾപോർട്ടിന്റെ ഒരു എക്സ്പെരിമെന്റിൽ സോഷ്യൽ ഫെസിലിറ്റേഷൻ എഫക്റ്റും മനസ്സിലാക്കി. അപ്പൊ സോഷ്യൽ ഫെസിലിറ്റേഷൻ എന്ന് പറയുമ്പോൾ മറ്റുള്ളവരുടെ പ്രസൻസിൽ ഞാൻ നന്നായിട്ട് പെർഫോം ചെയ്യാണ്, സോ ദാറ്റ് ഇസ് സോഷ്യൽ ഫെസിലിറ്റേഷൻ. മറ്റുള്ളവരുടെ ഒരു പ്രസൻസിൽ ഞാൻ എൻ്റെ പെർഫോമൻസ് മോശമാവുകയാണെങ്കിൽ അത് സോഷ്യൽ ലോഫിംഗ് എഫക്റ്റ്. അതിനുശേഷം പിന്നെ ചില സ്കെയിൽസ് ഡെവലപ്പ് ചെയ്ത് ആറ്റിറ്റ്യൂഡ് മെഷേഴ്സ്, ദെൻ സോഷ്യൽ നോംസ്, അഗ്രഷൻ്റെ സ്കെയിൽ, ലീഡർഷിപ്പ്, ദെൻ സോഷ്യൽ ഇൻഫ്ലുവൻസ്, ഇങ്ങനെയുള്ള സ്കെയിൽസ് ഡെവലപ്പ് ചെയ്തു. ദെൻ തിയഡോർ എന്ന് പറയുന്ന വ്യക്തി പിയർ ഇൻഫ്ലുവൻസിനെ കുറിച്ചിട്ട് പഠിച്ചു. ദെൻ പിന്നീടും കേർട്ട് ലെവിൻ, ദെൻ ലിയോൺ ഫെസ്റ്റിഞ്ചർ, ഇവര് കോഗ്നിറ്റീവ് ഡിസനൻസിനെ പറ്റിയിട്ട് പഠിച്ചു. ദെൻ 1954 ഫെസ്റ്റിഞ്ചർ എഡിറ്റഡ് എ ബുക്ക് called the research methods in behavioral sciences. So ഇതിലും ഒരുപാട് റിസർച്ച് മെത്തേഡ്സും അതുപോലെ ലബോറട്ടറി എക്സ്പെരിമെന്റ്സിന്റെ ഒക്കെ ഒരു സിഗ്നിഫിക്കൻസ് വെച്ചിട്ടായിരുന്നു ഈ ബുക്ക് ഇറക്കിയത്. ദെൻ ഡോളാർഡ് മില്ലർ, ഇവരെല്ലാവരും മെയിൻ പ്രൊപ്പണൻസ് എന്ന് നമുക്ക് പറയാം സോഷ്യൽ സൈക്കോളജിയിലെ. ഡോളാർഡ് മില്ലർ ഹി എസ്റ്റാബ്ലിഷ്ഡ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഫ്രസ്ട്രേഷൻ ആൻഡ് അഗ്രഷൻ. സോ ഫ്രസ്ട്രേഷൻ ഓൾവേസ് ലീഡ്സ് ടു അഗ്രഷൻ ആൻഡ് അഗ്രഷൻ ഇസ് റിസൾട്ട് ഓഫ് ഫ്രസ്ട്രേഷൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്നത് ഡോളാർഡ് ആൻഡ് മില്ലർ ആണ്. ദെൻ കേർട്ട് ലെവിൻ, ലിപ്പിറ്റ് ആൻഡ് വൈറ്റ്, ഇവര് ലീഡർഷിപ്പ് എങ്ങനെയാണ്, ടൈപ്സ് ഓഫ് ലീഡർഷിപ്പ് അല്ലെങ്കിൽ സ്റ്റൈൽസ് ഓഫ് ലീഡർഷിപ്പ് എങ്ങനെയാണ്, ഇത് റിലേറ്റ് ചെയ്തിട്ടുള്ള ഗ്രൂപ്പ് പ്രോസസ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് പഠിച്ചു. ദെൻ പിന്നെ വീണ്ടും കൂടുതൽ തിയററ്റിക്കൽ എക്സ്പ്ലനേഷൻസ് റിഗാർഡിംഗ് കൺഫോർമിറ്റി, കോഗ്നിറ്റീവ് ഡിസനൻസ്, ദെൻ ആട്രിബ്യൂഷൻ തിയറി, ദെൻ ഒബീഡിയൻസ്, ഇതെല്ലാം സംഭവിച്ചു. അടുത്തത് മിഡിൽ റേഞ്ച് തിയറീസ് ആയിരുന്നു. സോ അപ്പൊ ഈ എക്സ്പീരിയൻസിനനുസരിച്ച് നമുക്ക് ഒരുപാട് തിയററ്റിക്കൽ എക്സ്പ്ലനേഷൻസ് നമുക്ക് കൊടുക്കാൻ സാധിച്ചു എന്നതാണ് അടുത്തൊരു മേജർ ഇൻഫ്ലുവൻസ് ആയിട്ട് നമ്മൾ പറയുന്നത്. സോ മിഡിൽ റേഞ്ച് തിയറീസ്, സോ ഇതിലും കേർട്ട് ലെവിൻ തിയറീസിനെ കുറിച്ചിട്ടാണ് കൂടുതൽ എംഫസൈസ് കൊടുക്കുന്നത്. ദെൻ അതുപോലെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഫ്രസ്ട്രേഷൻ, അഗ്രഷൻ hypothesis, the changes of attitude, cognitive dissonance, cooperation, competition, etc. സോഷ്യൽ സൈക്കോളജി ഇൻ 21st സെഞ്ചുറി. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു ആദ്യം നമ്മളുടെ ചിന്തകളിലാണ് വന്നത്. ചിന്തകൾക്ക് അനുസരിച്ച് നമ്മൾ ഓരോ എക്സ്പീരിയൻസ് ചെയ്ത് നോക്കി, എക്സ്പീരിയൻസിനെ ബേസ് ചെയ്തിട്ട് ഒരുപാട് തിയററ്റിക്കൽ എക്സ്പ്ലനേഷൻസ് നമ്മൾ കൊടുത്തു. ഒടുവിൽ സോഷ്യൽ സൈക്കോളജി ഇപ്പോഴത്തെ ഈ ഒരു 21st സെഞ്ചുറിയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ സോഷ്യൽ സൈക്കോളജിയിൽ നമ്മൾ കൂടുതലും ഹെൽത്ത്, ഹാപ്പിനെസ്, ഇതിന്റെ ഒരു ഇമ്പോർട്ടൻസിനെ കുറിച്ചിട്ട് കൂടുതൽ മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ എവല്യൂഷണറി എക്സ്പീരിയൻസസ്, ദെൻ how the culture influence our behavior, then അതുപോലെ സോഷ്യൽ ന്യൂറോ സയൻസസ്, എങ്ങനെയാണ് ബയോളജിക്കൽ ആയിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസസ് വരുന്നത് സോഷ്യൽ ബിഹേവിയറിൽ. ദെൻ അതായത് ബ്രെയിനിന്റെ ഒരു ആക്ടിവിറ്റീസ് എങ്ങനെയാണ് നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മളുടെ ഓരോ ആക്ടിവിറ്റീസിലും ബ്രെയിനിന്റെ ഒരു ഇൻഫ്ലുവൻസ് എങ്ങനെയാണെന്നുള്ളത് കൂടുതലായിട്ട് മനസ്സിലാക്കുന്ന ഒരു അവസ്ഥ വന്നു. സോ അതാണ് സോഷ്യൽ ന്യൂറോ സയൻസ് എന്നാണ് ആ ഒരു പെർട്ടിക്കുലർ ഫീൽഡിനെ പറയുന്നത്. Then social psychologists are consistently searching new methods to measure and understand. ഇപ്പോഴും I feel is continuing to evolve, like ഒരുപാട് മെഷേഴ്സ് അതുപോലെ സ്കെയിൽസ് ഇപ്പോഴും കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുപോലെ ഒത്തിരി സ്കെയിൽസും കാര്യങ്ങളും എല്ലാം ഡെവലപ്പ് ചെയ്ത് വന്നിരിക്കുന്നു. ദെൻ സോഷ്യൽ സൈക്കോളജി ഇൻ ഇന്ത്യയിലെ സോഷ്യൽ സൈക്കോളജി ഒരു ഹിസ്റ്ററി നമ്മൾ പറയുകയാണെങ്കിൽ 1928 ആദ്യത്തെ ബുക്ക് പബ്ലിഷ് ചെയ്തത്, ഇൻട്രൊഡക്ഷൻ ടു സോഷ്യൽ സൈക്കോളജി. അത് എഴുതിയത് നരേന്ദ്രനാഥ് സെൻഗുപ്ത. And he was the first chairman of first department of psychology at the Calcutta University in association with an eminent sociologist, Radha Kamal Mukherjee. Then Jamuna Prasad, Durganand Sinha, Aditya Narayan, ഇവരെല്ലാവരും മെയിൻ പ്രൊപ്പോണൻസ് ആണ് ഇന്ത്യയിലെ സോഷ്യൽ സൈക്കോളജി എന്ന് പറയുന്ന ഫീൽഡിൽ. Then social psychologists further explores the areas of intergroup relations. അതിലെ സിംഗ് 1981, then relative deprivation by Misra in 1982, then ingratiation, Pandey 1986, and leadership, JPB Sinha in 1980, in which the influence of social groups on individual behavior was investigated. ഇപ്പോൾ അത് കൂടാതെ സെൽഫ്, സയൻസ്, നാഷണാലിറ്റി, ഐഡന്റിറ്റി,
ആൻഡ് റിലേഷൻഷിപ്സ്, ഇതിനെല്ലാം പറ്റിയിട്ടുള്ള പഠനങ്ങളും ഇന്ത്യയിൽ നടത്തിയിട്ടുണ്ട്. സോൾ വിൽ കം അണ്ടർ സോഷ്യൽ സൈക്കോളജി. So, conclusions: the social psychologists investigate human social behavior at various levels. അപ്പോൾ നമ്മൾ സോഷ്യൽ സൈക്കോളജിസ്റ്റ് എന്ന് പറയുമ്പോൾ അവര് പല ലെവലില് ആളുകളുടെ ബിഹേവിയറിനെ മനസ്സിലാക്കുകയാണ്. ഇന്റർപേഴ്സണൽ ലെവലില്, ഇൻട്രാപേഴ്സണൽ ലെവലില്, ഇന്ററാക്ഷൻസ് ബിറ്റ്വീൻ ഇൻഡിവിജ്വൽ ആൻഡ് ഗ്രൂപ്പ്, ആൻഡ് ഇന്ററാക്ഷൻസ് ബിറ്റ്വീൻ ഗ്രൂപ്പ് ആൻഡ് ഗ്രൂപ്പ്. ഇങ്ങനെ പല ലെവലിലും നമ്മളുടെ ഹ്യൂമൻ സോഷ്യൽ ബിഹേവിയറിന്റെ ഇന്ററാക്ഷൻസ് മനസ്സിലാക്കുക, അല്ലെങ്കിൽ അതിനെക്കുറിച്ചിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുകയാണ് സോഷ്യൽ സൈക്കോളജിസ്റ്റ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് യൂണിറ്റ് നമ്മൾ കഴിഞ്ഞു. ഫസ്റ്റ് യൂണിറ്റിൽ നമ്മൾ ഡെഫിനിഷൻ, നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് സോഷ്യൽ സൈക്കോളജി, ദെൻ ഹിസ്റ്ററി ഓഫ് സോഷ്യൽ സൈക്കോളജി, ദെൻ സോഷ്യൽ സൈക്കോളജി ഇൻ ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ സോഷ്യൽ സൈക്കോളജിയുടെ ഒരു ഡെവലപ്മെന്റ് വരെയാണ് ഫസ്റ്റ് യൂണിറ്റിൽ പറഞ്ഞത്. ദെൻ വി ക്യാൻ ഗോ ടു ദ നെക്സ്റ്റ് യൂണിറ്റ്. Unit 2, Theories of Social Psychology. Exam point of view will important ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് Theories of Social Psychology. Okay, so first സോഷ്യൽ സൈക്കോളജി മറ്റ് ഡിസിപ്ലിൻസുമായിട്ടുള്ള ബന്ധം എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കുന്നത്. സോ സോഷ്യൽ സൈക്കോളജി ആൻഡ് സോഷ്യോളജി. സോഷ്യോളജി എന്ന് പറയുന്നത് നമുക്കറിയാം, ഐഡിയ റിഗാർഡിങ് സൊസൈറ്റിയെ കുറിച്ചിട്ടുള്ള സ്റ്റഡിയാണ് സോഷ്യോളജിയിൽ വരുന്നത്. സോ അതുകൊണ്ട് സോഷ്യൽ സൈക്കോളജി എന്ന് പറയുമ്പം ഈ സൊസൈറ്റിയെ കുറിച്ചിട്ട് കൂടുതൽ മനസ്സിലാക്കുന്നതിലൂടെ അവിടെയുള്ള ഓരോ വ്യക്തികളെയും മനസ്സിലാക്കുക എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് അതിനകത്ത് വരുന്നത്. സോ സോഷ്യൽ സൈക്കോളജിയും സോഷ്യോളജി ആയിട്ട് അത്രയും കണക്റ്റഡ് ആണെന്ന് നമ്മൾ മനസ്സിലാക്കുക. ദെൻ ആന്ത്രോപോളജി എന്ന് പറയുമ്പോൾ ഐഡിയ റിഗാർഡിങ് കൾച്ചർ ആൻഡ് സോഷ്യൽ കോണ്ടെക്സ്റ്റ് ആണ് ആന്ത്രോപോളജി എന്ന് പറയുമ്പോൾ. ഈ സോഷ്യൽ സൈക്കോളജി ആന്ത്രോപോളജിയിൽ കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു കൾച്ചറിനെ പറ്റിയിട്ട് സോഷ്യൽ കോണ്ടെക്സ്റ്റിനെ പറ്റിയിട്ടും കൂടുതൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. ആന്ത്രോപോളജി എന്ന് പറയുമ്പോൾ സ്റ്റഡി ഓഫ് കൾച്ചർ. ദെൻ സോഷ്യോ ലിംഗ്വിസ്റ്റിക്സിൽ എന്ന് പറയുന്ന ആ ഒരു സബ്ജക്ട്സിലൂടെ നമുക്ക് ലാംഗ്വേജ് എങ്ങനെയാണ് ആളുകൾ യൂസ് ചെയ്യുന്നതും, ആ ഒരു പെർട്ടിക്കുലർ ലാംഗ്വേജ് യൂസ് ചെയ്യുന്ന ആളുകളുടെ ഒരു ബിഹേവിയർ എങ്ങനെയാണ്, സൊസൈറ്റിയിൽ ഓരോ ലാംഗ്വേജസ് ഡെവലപ്പ് ചെയ്യുന്നതും അതിന്റെ ഒരു ഡെവലപ്മെന്റിനെ കുറിച്ചിട്ടും എല്ലാം നമ്മൾ മനസ്സിലാക്കുന്നു. സോ ദാറ്റ് ഈസ് സോഷ്യൽ സൈക്കോളജി ആൻഡ് സോഷ്യോ ലിംഗ്വിസ്റ്റിക്സ്. ഇതിന് അടുത്തത് എക്കണോമിക്സിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്, സോഷ്യൽ സൈക്കോളജിസ്റ്റ് മനസ്സിലാക്കുന്നത് ഒരു പെർട്ടിക്കുലർ പേഴ്സന്റെ ബിഹേവിയർ എങ്ങനെയാണ് ഒരു ലാർജർ സോഷ്യൽ സിസ്റ്റത്തിൽ നമ്മൾ എങ്ങനെയാണ് ഒരു പെർട്ടിക്കുലർ ബിഹേവിയർ ഫിറ്റ് ആവുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ലേബർ മാർക്കറ്റിൽ എങ്ങനെയാണ്, അല്ലെങ്കിൽ മണി സിസ്റ്റം എന്ന് പറയുമ്പോൾ ഈ ഒരു കോൺസെപ്റ്റ്സ് ഒക്കെയാണ് എക്കണോമിക്സും സോഷ്യൽ സൈക്കോളജി ആയിട്ട് റിലേറ്റ് ചെയ്ത് നമ്മൾ മനസ്സിലാക്കുന്നത്. ദെൻ അടുത്തത് പൊളിറ്റിക്കൽ സയൻസും സോഷ്യൽ സൈക്കോളജിയുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ്. സോ പൊളിറ്റിക്കൽ സയൻസിലൂടെ നമ്മൾ സോഷ്യൽ സൈക്കോളജിസ്റ്റിന് പൊളിറ്റിക്കൽ ബിഹേവിയറിനെ പറ്റി മനസ്സിലാവുന്നു, അതുപോലെ പൊളിറ്റിക്കൽ ഇഷ്യൂസ് ലൈക്ക് വോട്ടിംഗ്, ദെൻ പാർട്ടി ഐഡന്റിഫിക്കേഷൻ, ലിബറൽ വേഴ്സസ് കൺസർവേറ്റീവ് വ്യൂസ്, എങ്ങനെയാണ് പൊളിറ്റിക്കൽ അഡ്വർടൈസിങ്, എങ്ങനെയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നു. സോ പൊളിറ്റിക്കൽ ബിഹേവിയർ എങ്ങനെയാണെന്നുള്ള ഒരു ഐഡിയ ആണ് പൊളിറ്റിക്കൽ സയൻസിലൂടെ സോഷ്യൽ സൈക്കോളജിസ്റ്റിന് കിട്ടുന്നത്. സോ സോഷ്യോളജി, ആന്ത്രോപോളജി, സോഷ്യോ ലിംഗ്വിസ്റ്റിക്സ്, എക്കണോമിക്സ്, ദെൻ പൊളിറ്റിക്കൽ സയൻസ്, ഇത്രയാണ് മേജർ ആയിട്ടുള്ള ഡിസിപ്ലിൻസുമായിട്ടുള്ള ഒരു കണക്ഷൻ പറയുന്നത്. ദെൻ സോഷ്യൽ സൈക്കോളജി വിത്ത് അതർ ബ്രാഞ്ചസ് ഇൻ സൈക്കോളജി. നമുക്കറിയാം സോഷ്യൽ സൈക്കോളജി എന്ന് പറയുന്നത് സൈക്കോളജിയുടെ ഒരു ബ്രാഞ്ചാണ്. സോ സോഷ്യൽ സൈക്കോളജി ആൻഡ് ബയോളജിക്കൽ സൈക്കോളജി തമ്മിലുള്ള റിലേഷൻഷിപ്പ് എങ്ങനെയാണെന്ന് നോക്കാം. സോ ബയോളജിക്കൽ സൈക്കോളജി എന്ന് പറയുമ്പോൾ ഇറ്റ്സ് മോർ റിലേറ്റഡ് ടു ബ്രെയിൻ ആൻഡ് ബിഹേവിയർ. സോ സോഷ്യൽ സൈക്കോളജി, ബയോളജിക്കൽ സൈക്കോളജി, അപ്പം സോഷ്യൽ ന്യൂറോ സയൻസ് എങ്ങനെയാണ് നമ്മളുടെ ബ്രെയിൻ ആക്ടിവേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ബ്രെയിൻ എങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ഒരു പെർട്ടിക്കുലർ ബിഹേവിയറിലേക്ക്, ആ കണക്ഷൻ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതാണ് നമ്മളുടെ ബയോളജിക്കൽ സൈക്കോളജിയിൽ പറയുന്നത്. സോ സോഷ്യൽ ന്യൂറോ സയൻസ് ആൻഡ് സോഷ്യൽ സൈക്കോ ഫിസിയോളജി എന്നുള്ളത് ഇങ്ങനെയാണ് ഈ കണക്ഷൻ പോകുന്നത്. ദെൻ സോഷ്യൽ സൈക്കോളജിയും ക്ലിനിക്കൽ സൈക്കോളജിയും. സോഷ്യൽ സൈക്കോളജിയിൽ നമ്മൾ കൂടുതലും ഡീൽ ചെയ്യുന്നത് നോർമൽ ബിഹേവിയറിനെയാണ്. ക്ലിനിക്കൽ സൈക്കോളജി എന്ന് പറയുമ്പോൾ അബ്നോർമൽ ബിഹേവിയേഴ്സ് ആണ് ഡീൽ ചെയ്യുന്നത്. സോ ഇത് തമ്മിൽ, ഈ രണ്ട് ഡിസിപ്ലിൻസ് തമ്മിൽ അവർ ഐഡിയാസ് എക്സ്ചേഞ്ച് ചെയ്യാറുണ്ട്. അതുപോലെ ഈ രണ്ട് ഫീൽഡ്സ് തമ്മിലുള്ള പല ഇൻസൈറ്റ്സും സ്റ്റിമുലേറ്റ് ചെയ്യാനും ശ്രമിക്കാറുണ്ട്.
ദെൻ സോഷ്യൽ സൈക്കോളജി ആൻഡ് കോഗ്നേറ്റീവ് സൈക്കോളജി. ഇതില് എങ്ങനെയാണ് ഒരു വ്യക്തി ചിന്തിക്കുന്നത്, ഒരു പീപ്പിൾ എങ്ങനെയാണ് ചിന്തിക്കുന്നത്, സോഷ്യൽ ലൈഫ്സിനെ പറ്റിയിട്ട് എങ്ങനെയാണ് ചിന്തിക്കുന്നത്, സോ എങ്ങനെ ആ ചിന്തകൾക്കനുസരിച്ച് എങ്ങനെയാണ് പെരുമാറുന്നത്, അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ സൊല്യൂഷൻ പ്രോബ്ലത്തിന് എങ്ങനെയാണ് ഒരു സൊല്യൂഷൻ കാണുന്നത്. സോ ഇതാണ് നമ്മൾ സോഷ്യൽ സൈക്കോളജി കോഗ്നേറ്റീവ് സൈക്കോളജിയും തമ്മിലുള്ള ഒരു ലിങ്കിങ്ങിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. ദെൻ സോഷ്യൽ സൈക്കോളജി ആൻഡ് ഡെവലപ്മെന്റൽ സൈക്കോളജി. അപ്പം ഇതില് നമ്മൾ ഡെവലപ്മെന്റൽ സൈക്കോളജി എന്ന് പറയുന്നത് നമുക്കറിയാം അക്രോസ് ദ ലൈഫ് സ്പാൻ എങ്ങനെയാണ് നമ്മളുടെ ബിഹേവിയർ പാറ്റേൺ എങ്ങനെയാണ് പോകുന്നത് എന്നുള്ളതാണ് ഡെവലപ്മെന്റൽ സൈക്കോളജിയിൽ പഠിക്കുക. സോ ഇറ്റ്സ് എ സയന്റിഫിക് സ്റ്റഡി ഓഫ് ബിഹേവിയർ അക്രോസ് ദ ലൈഫ് സ്പാൻ. ദെൻ സോഷ്യൽ സൈക്കോളജിസ്റ്റിന്റെ താല്പര്യം എന്ന് പറയുന്നത് എങ്ങനെയാണ് സെൽഫ് റെഗുലേഷൻ സംഭവിക്കുന്നത്, എങ്ങനെയാണ് ഇമോഷൻസ് ഡെവലപ്പ് ചെയ്യുന്നത്, എങ്ങനെയാണ് ജെൻഡർ ഡിഫറൻസസ് വരുന്നത്, ഓരോ സ്റ്റേജസിലും വരുമ്പോൾ, ഓരോ ലൈഫ് സ്റ്റേജസിൽ വരുമ്പോൾ ജെൻഡർ ഡിഫറൻസസ് എങ്ങനെയാണ് കാണുന്നത്. അപ്പം അതുപോലെ മറ്റുള്ളവരെ എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്, ഇതിലത്തൊക്കെ എങ്ങനെ ചേഞ്ചസ് വരുന്നു, ആന്റി സോഷ്യൽ ബിഹേവിയേഴ്സ് എങ്ങനെ വരുന്നു. അപ്പൊ ഒരു ചൈൽഡ് ഡെവലപ്പ് ചെയ്ത് വരുമ്പോൾ ഈ പാറ്റേൺസിലൊക്കെ എത്രത്തോളം ചേഞ്ചസ് വരുന്നു എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സോ ആ രീതിയിൽ നോക്കുമ്പോൾ സോഷ്യൽ സൈക്കോളജിയും ഡെവലപ്മെന്റ് സൈക്കോളജിയും തമ്മിലുള്ള കണക്ഷൻസ് മനസ്സിലാക്കാം. ദെൻ സോഷ്യൽ സൈക്കോളജി ആൻഡ് പേഴ്സണാലിറ്റി സൈക്കോളജി. സോ പേഴ്സണാലിറ്റി സൈക്കോളജി എന്ന് പറയുമ്പോൾ വി ലുക്ക് ഇൻസൈഡ് ദ പേഴ്സൺ, ഒരു പേഴ്സന്റെ ഉള്ളിൽ എങ്ങനെയാണ് അവരുടെ ചിന്തകൾ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത്. പക്ഷെ സോഷ്യൽ സൈക്കോളജിസ്റ്റ് എന്ന് പറയുമ്പോൾ അവര് ദേ ലുക്ക് ഔട്ട്സൈഡ് അറ്റ് ദ സിറ്റുവേഷൻ. അപ്പം ആ ഒരു പെർട്ടിക്കുലർ ബിഹേവിയർ വന്ന സാഹചര്യത്തിനെ കുറിച്ചിട്ടാണ് കൂടുതലും അവർ എംഫസൈസ് ചെയ്യുന്നത്. പക്ഷെ എന്നിരുന്നാലും പേഴ്സണാലിറ്റി സൈക്കോളജിസ്റ്റും സോഷ്യൽ സൈക്കോളജിസ്റ്റും വളരെ കണക്റ്റഡ് ആയിട്ട് തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. അടുത്തത് ലെവൽസ് ഓഫ് അനാലിസിസ് ഓഫ് സോഷ്യൽ സൈക്കോളജി. അപ്പൊ സോഷ്യൽ സൈക്കോളജിയിൽ നമുക്ക് പല ലെവൽസിലും നമ്മളുടെ ബിഹേവിയേഴ്സിനെ അനലൈസ് ചെയ്യാൻ പറ്റും. സോഷ്യൽ ബിഹേവിയേഴ്സിനെ നമുക്ക് പല ലെവൽസിലും അനലൈസ് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് ലെവൽ എന്ന് പറയുന്നത് ഇൻട്രാ പേഴ്സണൽ ലെവൽ, അതായത് ഞാൻ എങ്ങനെ പെരുമാറുന്നു, എൻ്റെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും വ്യത്യാസങ്ങൾ വരുന്നുണ്ടോ, എന്തുകൊണ്ടാണ് ഞാൻ ഒരു പെർട്ടിക്കുലർ ബിഹേവിയർ ആയിട്ട് പെർട്ടിക്കുലർലി ഒരു പെർട്ടിക്കുലർ ബിഹേവിയർ പാറ്റേണിൽ ഞാൻ പെരുമാറിയത്. അപ്പൊ ആ ഒരു ഇൻട്രാ പേഴ്സണൽ ലെവൽ അനാലിസിസ് ആണ് അവിടെ സംഭവിക്കുന്നത്. അടുത്തത് ഇന്റർ പേഴ്സണൽ ഇന്ററാക്ഷൻസ്. ആ ഒരു പെർട്ടിക്കുലർ ഗ്രൂപ്പിലേക്ക് വരുമ്പോൾ എനിക്ക് നന്നായിട്ട് കോപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നു, ഒരു പെർട്ടിക്കുലർ ഗ്രൂപ്പിന്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ എനിക്ക് അവരെ എങ്ങനെയെങ്കിലും കോമ്പീറ്റ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നു. ദെൻ അടുത്ത ഒരു പെർട്ടിക്കുലർ ഗ്രൂപ്പിലേക്ക് വന്നു കഴിയുമ്പോൾ എല്ലാവരും സഹായിക്കുന്ന ഒരു ഗ്രൂപ്പ്, അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഒരു പ്രോ സോഷ്യൽ എലമെന്റ് ഒരുപാടുള്ള ഗ്രൂപ്പ് ആകുമ്പോൾ ഞാൻ ആ ഒരു രീതിയിലേക്ക് ബിഹേവിയർ ചേഞ്ചസ് വരുത്തുന്നു. സോ ആ ഒരു പെർട്ടിക്കുലർ സോഷ്യൽ സിറ്റുവേഷനിൽ വരുമ്പോൾ ഇന്റർപേഴ്സണൽ ഇന്ററാക്ഷൻസിലൂടെ എങ്ങനെ എനിക്ക് മാറ്റങ്ങൾ സംഭവിക്കുന്നു എന്നുള്ളതാണ്. ദെൻ ഇന്ററാക്ഷൻ ബിറ്റ്വീൻ ഇൻഡിവിജ്വൽ ആൻഡ് ഗ്രൂപ്പ്. സോ ഒരു ഗ്രൂപ്പ് എങ്ങനെ ഒരു പെർട്ടിക്കുലർ ഒരു ഇൻഡിവിജ്വലിന്റെ ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇന്ററാക്ഷൻസ് ബിറ്റ്വീൻ ഇൻഡിവിജ്വൽ ആൻഡ് ഗ്രൂപ്പ്. ദെൻ ഇന്ററാക്ഷൻ ബിറ്റ്വീൻ ഗ്രൂപ്പ്സ്. അപ്പം രണ്ട് പെർട്ടിക്കുലർ ഗ്രൂപ്പ്സ് അല്ലെങ്കിൽ ഗ്രൂപ്പ് എ ഗ്രൂപ്പ് ബി ഇത് തമ്മിലുള്ള ഇന്ററാക്ഷനിൽ എന്തെല്ലാം മാറ്റങ്ങൾ സംഭവിക്കുന്നു. അപ്പൊ അവിടെ കോപ്പറേഷൻ ഉണ്ടാവും, കോമ്പറ്റീഷൻ ഉണ്ടാവും, ചിലപ്പോൾ കോൺഫ്ലിക്ട്സ് സംഭവിക്കാം. അപ്പം ഇതിനെല്ലാം നമ്മൾ മനസ്സിലാക്കുന്ന ഒരവസ്ഥയാണ് നമ്മൾ ലെവൽസ് ഓഫ് അനാലിസിസിൽ പറയുന്നത്. സോ ഇന്റർ പേഴ്സണൽ ലെവലിൽ നമ്മൾക്ക് ഒരു പെർട്ടിക്കുലർ സോഷ്യൽ ബിഹേവിയറിനെ മനസ്സിലാക്കാം, ഇന്റർപേഴ്സണൽ ഇന്ററാക്ഷൻസിലൂടെ നമുക്ക് സോഷ്യൽ ബിഹേവിയർ മനസ്സിലാക്കാം, ദെൻ ഇന്ററാക്ഷൻസ് ബിറ്റ്വീൻ ഇൻഡിവിജ്വൽ ആൻഡ് ഗ്രൂപ്പ്, ദെൻ ഫൈനലി ഇന്ററാക്ഷൻസ് ബിറ്റ്വീൻ ഗ്രൂപ്പ്സ്. അടുത്തത് തിയററ്റിക്കൽ അപ്രോച്ചസ് ടു സോഷ്യൽ സൈക്കോളജി. സോഷ്യൽ സൈക്കോളജി ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ അഗ്രസീവ് ബിഹേവിയർ ഒരു വ്യക്തി കാണിച്ചാൽ എന്തെല്ലാം കാരണം കൊണ്ട് ഈ ഒരു പെർട്ടിക്കുലർ അഗ്രസീവ് ബിഹേവിയർ ആ വ്യക്തി കാണിക്കാം. അപ്പം അതിന് പല റീസൺസ് നമുക്ക് കൊടുക്കാൻ പറ്റും. അതിന്റെ ഒരു തിയററ്റിക്കൽ എക്സ്പ്ലനേഷൻസ് നമ്മൾ ഒരൊറ്റ പെർട്ടിക്കുലർ ഒരു റീസൺ കൊണ്ട് ഒരാളും അഗ്രസീവ് ആയിട്ടുള്ള ഒരു ബിഹേവിയർ കോൺസ്റ്റന്റ്ലി കാണിക്കില്ല. അതിന് പല റീസൺസ് ഉണ്ട്. അപ്പം വെറൈറ്റി ഓഫ് എക്സ്പ്ലനേഷൻസ് നമുക്ക് കൊടുക്കാൻ സാധിക്കും. വേരിയസ് തിയററ്റിക്കൽ പെർസ്പെക്റ്റീവ്സ് ഓഫ് സോഷ്യൽ സൈക്കോളജി ഓഫർ ജനറൽ എക്സ്പ്ലനേഷൻസ് ഫോർ എ വൈഡ് അറേ ഓഫ് സോഷ്യൽ ബിഹേവിയേഴ്സ് ഇൻ എ വെറൈറ്റി ഓഫ് സിറ്റുവേഷൻസ്. സോ ഇതിൽ മെയിൻ ആയിട്ട് നമ്മൾ പറയുന്നത് മേജർ തിയററ്റിക്കൽ അപ്രോച്ചസ് എന്ന് പറയുന്നത് ലേണിംഗ് തിയറീസും അതുപോലെ കോഗ്നിറ്റീവ് തിയറീസും ആണ്. ലേണിംഗ് തിയറീസ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. BPCC 131 നമ്മൾ ലേണിംഗ് പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു തന്നിട്ടുള്ളതാണ്. ലേണിംഗ് തിയറീസിൽ പറയുന്നത് ഒരു പേഴ്സന്റെ ഒരു കറന്റ് ബിഹേവിയറിൽ എപ്പോഴും ഒരു പ്രയർ എക്സ്പീരിയൻസ് അവിടെ വന്നിട്ടുണ്ടാവും. ഒരു പെർട്ടിക്കുലർ ഇപ്പം ട്രാഫിക് ലൈറ്റ് റെഡ് കാണുമ്പോൾ നമ്മൾ നിർത്തുന്നു. അപ്പൊ നമ്മൾ ഫസ്റ്റ് ടൈം നമ്മൾ നിർത്തുന്നില്ല, എൻ്റെ ഒരു പ്രയർ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഞാൻ പ്രയർ ലേണിങ്ങിലൂടെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് ട്രാഫിക് ലൈറ്റ് റെഡ് വരുമ്പം വണ്ടി നിർത്തണം എന്നുള്ളത്. സോ
എല്ലാം നമ്മളുടെ എല്ലാ സോഷ്യൽ ബിഹേവിയേഴ്സിന്റെയും പിന്നിൽ ഒരു പ്രയർ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ലേണിംഗ് ഉണ്ട് എന്നുള്ളതാണ് ലേണിംഗ് തിയറീസിൽ പറയുന്നത്. സോ ഈ തിയറീസിൽ മേജർ ആയിട്ട് ക്ലാസിക്കൽ കണ്ടീഷനിങ്, റീഇൻഫോഴ്സ്മെന്റ് ആൻഡ് ഒബ്സർവേഷൻ ലേണിംഗ്, ഈ 3 തിയറീസ് ആണ് മെയിൻ ആയിട്ട് പറയുന്നത്. സോ ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിന്റെ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു തന്നിട്ടുള്ളതാണ്. ഇവാൻ പാവ്ലോ ആണ് മെയിൻ പ്രൊപ്പണന്റ്. സോ ഒരു സലൈവേഷൻ ഓഫ് ഡോഗ്സിനെ പറ്റിയിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. സോ ക്ലാസിക്കൽ കണ്ടീഷനിൽ പറയുന്നത് ഒരു ന്യൂട്രൽ ആയിട്ടുള്ള സ്റ്റിമുലസ് അതിനോട് അസോസിയേറ്റ് ചെയ്തിട്ട് ഒരു കണ്ടീഷൻ സ്റ്റിമുലസ് വന്നു കഴിയുമ്പോൾ, അൺകണ്ടീഷൻ സ്റ്റിമുലസ് വന്നു കഴിയുമ്പോൾ ഒരു അൺകണ്ടീഷണൽ ആയിട്ടുള്ളൊരു കണ്ടീഷൻഡ് ആയിട്ടുള്ളൊരു റെസ്പോൺസ് വരും എന്നുള്ളതാണ് ക്ലാസിക്കൽ കണ്ടീഷനിൽ വരുന്നത്. സോ ഇപ്പൊ ഫിയർ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഫോബിക് ആയിട്ടുള്ള ഒരു ബിഹേവിയർ നമ്മൾ കാണിക്കുന്നു, ഒരു ഫിയർഫുൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയി ഞാൻ മാറുന്നു എന്ന് പറയുമ്പോൾ അവിടെ ഒരു ന്യൂട്രൽ ആയിട്ടിരുന്ന എന്തോ ഒരു അവസ്ഥ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ ഒരു ഫോബിക് ആയിട്ടുള്ള ഒരു ന്യൂട്രൽ ആയിട്ടുള്ള ഒരു എലമെന്റിനോട് അസോസിയേറ്റ് ചെയ്തിട്ട് ഞാനൊരു ഫോബിക് ആയിട്ടുള്ള എലമെന്റ് വന്നു കഴിയുമ്പം ആ ഒരു ന്യൂട്രൽ ആയിട്ടുള്ള എലമെന്റിന് ആ ഒരു ഫോബിക് ആയിട്ടുള്ളൊരു നേച്ചറിലേക്ക് മാറുകയാണ് ചെയ്യുന്നത്. പിന്നെ ആ ഒരു പെർട്ടിക്കുലർ എലമെന്റ് കാണുമ്പോൾ ഞാൻ പേടിക്കുന്ന ഒരു അവസ്ഥ. ഇപ്പം ഡാർക്ക്നെസ് പേടിയാണ് എങ്കിൽ അവിടെ ചെറുപ്പത്തിലെ എപ്പോഴെങ്കിലും ഡാർക്ക്നെസ്സിലേക്ക് വരുമ്പോൾ അസോസിയേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും ലൗഡ് നോയ്സോ, പൊതുവേ നമുക്കറിയാം ആളുകൾ പേടിക്കുന്നത് ഒന്നില്ലെങ്കിൽ ലൗഡ് നോയ്സ് അല്ലെങ്കിൽ ഫോൾ, ഈ 2 കാര്യത്തിലാണ് ആളുകൾക്ക് നോർമൽ ആയിട്ടുള്ളൊരു പേടി വരുന്നത്. ബാക്കി എല്ലാ പേടികളും ഉണ്ടാക്കി എടുക്കുന്ന പേടികളാണ്. സോ ആ ഒരു പ്രോസസ്സിനാണ് നമ്മൾ ക്ലാസിക്കൽ കണ്ടീഷൻ എന്ന് പറയുക. ആ രീതിയിലാണ് സോഷ്യൽ ബിഹേവിയേഴ്സ് വരുന്നത്, ഡെവലപ്പ് ചെയ്യുന്നത് എന്നുള്ളതാണ് ക്ലാസിക്കൽ കണ്ടീഷൻ പ്രിൻസിപ്പിളിൽ വരുന്നത്. അടുത്ത ഒരു ലേണിംഗ് മെക്കാനിസം എന്ന് പറയുന്നത് ഇസ് ബേസ്ഡ് ഓൺ റീഇൻഫോഴ്സ്മെന്റ്. സോ ഞാനൊരു നല്ല കാര്യം ചെയ്തു കഴിയുമ്പം എനിക്ക് ഒരു പ്ലഷറബിൾ ആയിട്ടുള്ള ഒരു ഔട്ട്കം എനിക്ക് വരുന്നു. ഞാൻ ഒരു മോശം കാര്യം ചെയ്യുമ്പോൾ എനിക്കൊരു അൺപ്ലഷറബിൾ ആയിട്ടുള്ള ഒരു ഔട്ട്കം എനിക്ക് വരുന്നു. അപ്പൊ അൺപ്ലസന്റ് ആയിട്ടുള്ള ഒരു കോൺസിക്വൻസസ് വരുമ്പോൾ നോർമലി ഞാനത് അവോയ്ഡ് ചെയ്യും പിന്നീട് ചെയ്യാനായിട്ട്. അസമയം ഒരു പ്ലസന്റ് ആയിട്ടുള്ള ഒരു കോൺസിക്വൻസ് ആണെങ്കിൽ ഞാനത് റിപ്പീറ്റ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി വരുന്നു. ഞാൻ ഹെൽപ്പ് ചെയ്യുന്നു, ഞാൻ വീട്ടിൽ ഒരാൾ നമ്മുടെ അടുത്ത് സഹായം ചോദിക്കുന്നു, ഞാൻ ആ വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരു കുട്ടിയാണെന്ന് വെക്കുക, ആ കുട്ടി വീട്ടിലൊരാൾ സഹായം വന്ന് ചോദിച്ചപ്പം ആ സഹായം ചെയ്തു കൊടുത്തപ്പം പേരൻസ് പറയാം എന്തിനാ നീ സഹായിച്ചത്, അങ്ങനെ സഹായിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ് ചീത്ത പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടി ആ സഹായിക്കുന്ന ബിഹേവിയർ പിന്നീട് കാണിക്കാനുള്ള സാധ്യത കുറവാണ്. ആ സമയം നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടെൻഡൻസി വരുമ്പം കുട്ടിയെ അത് റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ നന്നായി കുട്ടി നല്ലൊരു പ്ലസന്റ് ആയിട്ടുള്ള ഒരു കോൺസിക്വൻസ്, നല്ല കുട്ടിയാണെന്നോ അല്ലെങ്കിൽ പ്രേസ് ചെയ്യുന്ന രീതിയിൽ സംസാരിച്ചു കഴിഞ്ഞാൽ കുട്ടി അത്തരത്തിലുള്ള ഒരു ഹെൽപ്പിംഗ് ബിഹേവിയർ പിന്നീട് കാണിക്കാനുള്ള ടെൻഡൻസി കൂടുകയാണ് വരുന്നത്. സോ ഇതാണ് നമ്മളൊരു സെക്കൻഡ് ലേണിംഗ് മെക്കാനിസം ആയിട്ട് പറയുന്നത്. അതിനെയാണ് നമ്മൾ റീഇൻഫോഴ്സ്മെന്റ് പ്രിൻസിപ്പിൾ എന്നാണ് പറയുന്നത്. തേർഡ് മെക്കാനിസം എന്ന് പറയുന്നത് സിമ്പിൾ ആണ്, ഒബ്സർവേഷൻ ലേണിംഗ്. നമ്മൾ മറ്റുള്ളവരെ കണ്ട് പഠിച്ച് അതനുസരിച്ച് നമ്മളൊരു സോഷ്യൽ ബിഹേവിയർ ചെയ്യുന്നതിനാണ് ഒബ്സർവേഷൻ ലേണിംഗ് പ്രിൻസിപ്പിൾ എന്ന് നമ്മൾ പറയുക. സോ പീപ്പിൾ ഓഫൺ ലേൺ സോഷ്യൽ ആറ്റിറ്റ്യൂഡ്സ് ആൻഡ് ബിഹേവിയർ സിംപ്ലി ബൈ വാച്ചിങ് അതർ പീപ്പിൾ. ആൻഡ് ആ അതർ പീപ്പിളിനെയാണ് നമ്മൾ മോഡൽസ് എന്ന് പറയുക. സോ ആ മോഡൽ നല്ലതാണെങ്കിൽ നമ്മൾ നല്ലൊരു ഹ്യൂമൻ ബീയിങ് ആയിട്ട് മാറുന്നു, അല്ലെങ്കിൽ ഒരു സെൻസിബിൾ ആയിട്ടുള്ള ഒരു ഹ്യൂമൻ ബീയിങ് ആയിട്ട് മാറുന്നു. നമ്മൾ കാണുന്ന മോഡൽസ് മോശമാണെങ്കിൽ അത്തരത്തിലുള്ളൊരു മോശം ബിഹേവിയറിലേക്ക് നമ്മളും പോകാനുള്ള സാധ്യതകൾ വരുന്നു. സോ ചിൽഡ്രൻ ലേൺ, എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് ചിൽഡ്രൻ ലേൺ റീജിയണൽ ആൻഡ് എത്നിക് സ്പീച്ച് പാറ്റേൺസ്. എങ്ങനെയാണ് കുട്ടികൾ അത്തരത്തിലുള്ള ഒരു പെർട്ടിക്കുലർ റീജിയണൽ സ്പീച്ച് പാറ്റേൺ അല്ലെങ്കിൽ ഒരു എത്നിക് സ്പീച്ച് പാറ്റേൺ പഠിക്കുന്നത്? അവർക്ക് ചുറ്റും ഉള്ള ആളുകൾ എങ്ങനെ സംസാരിക്കുന്നു, എങ്ങനെ കേൾക്കുന്നു, അതനുസരിച്ചിട്ടാണ് നമ്മളുടെ ആ കുട്ടികളും ആ രീതിയിൽ പഠിക്കുന്നത്. സോ അതാണ് തേർഡ് മെക്കാനിസം ആയിട്ട് പറയുന്നത്. സോ ഫസ്റ്റ് ഇസ് ക്ലാസിക്കൽ കണ്ടീഷനിങ്, സെക്കൻഡ് ഇസ് റീഇൻഫോഴ്സ്മെന്റ് ആൻഡ് തേർഡ് ഇസ് ഒബ്സർവേഷണൽ ലേണിംഗ്. ദെൻ റീഇൻഫോഴ്സ്മെന്റ് പ്രിൻസിപ്പിൾ പറയുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് പ്രോസസ് എന്ന് പറയുന്നത് സോഷ്യൽ എക്സ്ചേഞ്ച് ആണ്. സോഷ്യൽ എക്സ്ചേഞ്ചിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല. നമ്മൾ ഒരു ഇൻഡിവിജ്വല് പൊതുവേ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഹെഡനിസ്റ്റിക് ആണ്. പൊതുവെ ഹെഡനിസ്റ്റിക് എന്ന് പറയുമ്പോൾ എന്തെങ്കിലും നമ്മൾ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് പ്ലഷർ അവിടെ കിട്ടണം, പെയിൻ മാക്സിമം കുറയ്ക്കണം. ഈ ഒരു പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ ഈ ഒരു പ്രിൻസിപ്പിൾ എല്ലാ ആളുകളും ഹോൾഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഒരു തിയറിയിൽ പറയുന്നത്. സോ എപ്പോഴും റിവാർഡ്സ് മാക്സിമൈസ് ചെയ്യാനും അതുപോലെ കോസ്റ്റ് മിനിമൈസ് ചെയ്യാനും ഉള്ള ഒരു ടെൻഡൻസി ഹ്യൂമനിലുണ്ട്. അതിനനുസരിച്ചുള്ള ഒരു ഫ്രീഡം, അത് ഏത് വേണം ചൂസ് ചെയ്യാന്നുള്ളൊരു ഫ്രീഡവും ഹ്യൂമനിലുണ്ട്, ഇൻഡിവിജ്വൽസിനുണ്ട്. അതനുസരിച്ചിട്ടാണ് നമ്മളുടെ സോഷ്യൽ സിറ്റുവേഷൻസിൽ നമ്മളുടെ ഓരോ ആക്ടിവിറ്റീസും അല്ലെങ്കിൽ ഓരോ ബിഹേവിയേഴ്സും വരുന്നത് എന്നുള്ളതാണ് സോഷ്യൽ എക്സ്ചേഞ്ച് തിയറിയിൽ പറയുന്നത്. അടുത്ത തിയറി എന്ന് പറയുന്നത് കോഗ്നിറ്റീവ് തിയറിയാണ്. സോ കോഗ്നിറ്റീവ് തിയറിയിൽ പറയുന്നത് ഇൻഡിവിജ്വൽസിന്റെ മെന്റൽ ആക്ടിവിറ്റീസ്, അതാണ്
ഒരു പെർട്ടിക്കുലർ സോഷ്യൽ ബിഹേവിയറിന്റെ റീസൺ എന്നാണ് പറയുന്നത്. അപ്പൊ ഞാൻ ഏത് രീതിയിൽ ചിന്തിക്കുന്നു, ഒരു വ്യക്തിയെ കാണുമ്പോൾ ഞാൻ എന്താണ് ചിന്തിക്കുന്നത്, ഒരു പെർട്ടിക്കുലർ സോഷ്യൽ സിറ്റുവേഷനിൽ എനിക്കത് കാണുമ്പോൾ എന്താണ് തോന്നുന്നത്, അതിനനുസരിച്ചിട്ടാണ് എൻ്റെ ഒരു പെർട്ടിക്കുലർ ബിഹേവിയർ വരുന്നത്. സോ എല്ലാം എൻ്റെ മെന്റൽ ആക്ടിവിറ്റീസിനനുസരിച്ചിട്ടാണ് കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നത് എന്നുള്ളതാണ് കോഗ്നിറ്റീവ് തിയറീസിൽ പറയുന്നത്. സോ എൻ്റെ മെന്റൽ ആക്ടിവിറ്റീസ് എന്ന് പറയുമ്പോൾ അവിടെ എൻ്റെ വേ ഓഫ് പെർസെപ്ഷൻ വരും, ഞാൻ പണ്ട് ഓർത്ത് വെച്ചിരിക്കുന്ന കാര്യങ്ങൾ വരും, എൻ്റെ ഒരു ജഡ്ജ്മെന്റ് എങ്ങനെയാണെന്നുള്ളതും, എൻ്റെ ഒരു പ്രോബ്ലം സോൾവിങ് സ്റ്റൈൽ എങ്ങനെയാണ്, അല്ലെങ്കിൽ ഞാൻ പൊതുവെ ഇത്തരത്തിലൊരു സിറ്റുവേഷൻ വരുമ്പോൾ എങ്ങനെയാണ് ഡിസിഷൻ എടുക്കുന്നത്, ഇങ്ങനെയുള്ള എല്ലാ ഫാക്ടേഴ്സും ഇൻഫ്ലുവൻസ് ചെയ്തിട്ടാണ് എൻ്റെ ഒരു പെർട്ടിക്കുലർ സോഷ്യൽ ബിഹേവിയറിലേക്ക് ഞാൻ എത്തുന്നത് എന്നുള്ളതാണ് കോഗ്നിറ്റീവ് തിയറീസിൽ പറയുന്നത്. So social psychologists എന്ന് പറയുമ്പം they have proposed that individuals use specific cognitive structures. For example, schema. ഇപ്പം സ്കീമ നമ്മൾ പറഞ്ഞു തന്നിട്ടുള്ളതാണ്. ഇപ്പം ഒരു പേഴ്സൺ സ്കീമ, അല്ലെങ്കിൽ ഇപ്പൊ റോൾ സ്കീമ. ഒരു ടീച്ചർ എന്ന് പറയുമ്പം ഇങ്ങനെ ആയിരിക്കാം, ഇങ്ങനെ ആയിരിക്കും, അല്ലെങ്കിൽ ഇപ്പൊ ഒരു ലോയർ എന്ന് പറയുമ്പോൾ ഇങ്ങനെ ആയിരിക്കും, ഒരു ഡോക്ടർ എന്ന് പറയുമ്പം ഇങ്ങനെ ആയിരിക്കും. ഇങ്ങനെയൊക്കെയുള്ള ധാരണകൾ അല്ലെങ്കിൽ ഒരു മുൻധാരണകൾ നമ്മൾക്കുണ്ടാവും. ഈ ധാരണകൾ മാറ്റം വരുമ്പോൾ നമ്മൾക്ക് ചെറിയൊരു ഷേക്കിംഗ് വരും. പക്ഷെ പിന്നീട് ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ഞാൻ ഇങ്ങനെ ഒരു ഡോക്ടറെ ഞാൻ ഇതിനു മുന്നേ കണ്ടിട്ടുണ്ട് എന്നുള്ള രീതിയിൽ നമ്മൾ ചിന്തിക്കുകയും ചെയ്യും. സോ അത്തരത്തിൽ നമ്മൾ സ്കീമ ഏറ്റവും ഫ്ലെക്സിബിൾ ആക്കി വെച്ചാൽ നമ്മൾക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് നമ്മുടെ ലൈഫിന് മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ഇല്ല, ഈ ഒരു ഫിക്സഡ് സ്കീമിൽ നിന്ന് ഞാൻ മാറില്ല, എൻ്റെ ഈ ഒരു ധാരണയിൽ നിന്ന് ഞാൻ മാറില്ല എന്ന് പറയുമ്പോൾ നമ്മൾ കുറച്ചുകൂടി കൂടുതൽ റിജിഡ് ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈലിലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, ഇത് കൂടാതെ ഉള്ള തിയറിറ്റിക്കൽ പെർസ്പെക്റ്റീവ്സിൽ പറയുന്നത് എങ്ങനെ ഒരു സോഷ്യൽ അല്ലെങ്കിൽ കൾച്ചറൽ പെർസ്പെക്റ്റീവ്. സോ അതിൽ പറയുന്നത് ബിഹേവിയറിനെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് സോഷ്യൽ ഗ്രൂപ്പ്സ് അല്ലെങ്കിൽ സോഷ്യൽ ക്ലാസ്, നാഷണാലിറ്റി, ദെൻ കൾച്ചറൽ നോംസ്, ഇതെല്ലാം ഒരു പെർട്ടിക്കുലർ സോഷ്യൽ ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുള്ളതാണ് പറയുന്നത്. ദെൻ എവല്യൂഷണറി പെർസ്പെക്റ്റീവിൽ പറയുന്നത് നമ്മളുടെ ആൻസിസ്റ്റേഴ്സ് എങ്ങനെ സർവൈവ് ചെയ്തു, എങ്ങനെ റീപ്രൊഡ്യൂസ് ചെയ്തു, ഇതിനനുസരിച്ച് നമ്മളുടെ ബിഹേവിയേഴ്സിലും മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് എവല്യൂഷണറി പെർസ്പെക്റ്റീവിൽ പറയുന്നത്. സോഷ്യൽ ലേണിംഗ് തിയറിയിൽ പറയുന്നത് നമ്മളുടെ പാസ്റ്റ് ലേണിംഗ് എക്സ്പീരിയൻസസ് ആണ് നമ്മളൊരു പെർട്ടിക്കുലർ രീതിയിൽ ബിഹേവ് ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത്. ദെൻ സ്പെസിഫിക് കോഗ്നിറ്റീവ് സ്ട്രക്ചേഴ്സ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്കീമാസ്. ദെൻ ഫിനോമിനോളജിക്കൽ പെർസ്പെക്റ്റീവിൽ പറയുന്നത് എൻ്റെ പെർട്ടിക്കുലർ, അതായത് ഞാൻ എന്നൊരു വ്യക്തിയുടെ പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു സബ്ജക്റ്റീവ് ഇന്റർപ്രിട്ടേഷൻ ആണ്, അതുകൊണ്ടാണ് ഞാൻ ഈ രീതിയിൽ പെരുമാറുന്നത് എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പം ഒരു അമ്മയും കുഞ്ഞും ഒരു പെർട്ടിക്കുലർ സോഷ്യൽ സിറ്റുവേഷനിൽ പോകുമ്പം ആ ഒരു കുഞ്ഞ് ആക്ട് ചെയ്യുന്ന പോലെ ആയിരിക്കത്തില്ല അമ്മ ആക്ട് ചെയ്യുന്ന, ഒരു കുഞ്ഞ് ചിന്തിക്കുന്ന പോലെ ആയിരിക്കത്തില്ല ഒരു അമ്മ ചിന്തിക്കുന്നത്. സോ എൻ്റെ ഒരു പെർട്ടിക്കുലർ ആ ഒരു സബ്ജക്റ്റീവ് ആയിട്ടുള്ള ഒരു ഇന്റർപ്രിട്ടേഷൻ എങ്ങനെയാണ് ഓരോ ഇവന്റിന്റെയും, ആൻഡ് ദാറ്റ് ഓൾ ഈസ് ബേസ്ഡ് ഓൺ അവർ സ്കീമ. ഞാൻ എങ്ങനെ അങ്ങനെ ചിന്തിക്കുന്നു അല്ലെങ്കിൽ ഞാൻ എങ്ങനെ പെരുമാറി, അത് എൻ്റെ ഒരു മുൻധാരണ വെച്ചിട്ടാണ്. എനിക്കറിയാം ഈ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ഈ രീതിയിൽ പെരുമാറണം എന്നുള്ള എൻ്റെ ധാരണ വെച്ചിട്ടാണ് ഞാൻ പെരുമാറുന്നത്. അപ്പൊ ആ ധാരണ എന്ന് പറയുന്നത് എൻ്റെ സബ്ജക്റ്റീവ് ആയിട്ടുള്ള ഒരു നോളജിന്റെ ബേസിലാണ് ഞാൻ പെരുമാറുന്നത് എന്നുള്ളതാണ് ഫിനോമിനോളജിക്കൽ പെർസ്പെക്റ്റീവിൽ പറയുന്നത്. ഇത് സോഷ്യൽ കോഗ്നിറ്റീവ് പെർസ്പെക്റ്റീവിൽ എൻ്റെ ഇന്റർപ്രിട്ടേഷൻ, എൻ്റെ ജഡ്ജിങ്, അതുപോലെ എൻ്റെ സോഷ്യൽ എക്സ്പീരിയൻസിനെ കുറിച്ചുള്ള എൻ്റെ ഓർമ്മകളിൽ നിന്നിട്ടാണ് ഞാൻ ആ ഒരു പെർട്ടിക്കുലർ ബിഹേവിയറിലേക്ക് വരുന്നത് എന്നുള്ളതാണ്. സോ ദീസ് ആർ ഓൾ ഡിഫറെന്റ് തിയറിറ്റിക്കൽ പെർസ്പെക്റ്റീവ്സ് ഓഫ് സോഷ്യൽ സൈക്കോളജി. ദെൻ അടുത്തത് റിസർച്ച് മെത്തേഡ്സ് ഇൻ സോഷ്യൽ സൈക്കോളജി. സോ റിസർച്ച് മെത്തേഡ്സ് എന്ന് പറയുന്നത് നമുക്കറിയാം, സോഷ്യൽ സൈക്കോളജി എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ബേസ്ഡ് ഓൺ സ്പെക്കുലേഷൻസ് ഓർ മിയർ കോമൺ ബിലീഫ്സ് ബേസ് ചെയ്തിട്ടല്ല സോഷ്യൽ സൈക്കോളജി വർക്ക് ചെയ്യുന്നത്. സോ ഡെഫിനറ്റ് ആയിട്ടുള്ള ഒരു റിസർച്ച് മെത്തേഡ് അല്ലെങ്കിൽ ആ ഒരു പ്ലാനിലൂടെ തന്നെയാണ് നമ്മൾ പല കാര്യങ്ങളിലേക്കും അല്ലെങ്കിൽ തിയറിറ്റിക്കൽ എക്സ്പ്ലനേഷനിലേക്ക് നമ്മൾ എത്തുന്നത്. സോ ചില എക്സ്പീരിമെന്റ്സ്, ചില സ്റ്റഡീസിൽ നമ്മൾ കൂടുതലും ലബോറട്ടറി എക്സ്പീരിമെന്റ്സ് ആയിരിക്കാം, ചിലത് നമ്മൾ നാച്ചുറൽ ഫീൽഡ് സെറ്റിങ്സിൽ ചെയ്യുന്ന ടെസ്റ്റുകൾ അല്ലെങ്കിൽ എക്സ്പീരിമെന്റ്സ് ആയിരിക്കാം. അങ്ങനെ പല രീതിയിലും നമ്മൾ പല റിസർച്ച് മെത്തേഡ്സിലൂടെ നമ്മളൊരു ഫൈനൽ തിയറിയിലേക്ക് എത്താറുണ്ട്. സോ അതുപോലെ ഡാറ്റ നമ്മൾ കളക്ട് ചെയ്യുമ്പോൾ പല രീതിയിൽ ഡാറ്റ കളക്ട് ചെയ്യും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒബ്സർവ് ചെയ്ത് നമ്മൾ കണ്ട് മനസ്സിലാക്കുന്നത് ചില ഡോക്യുമെന്റ്സ് വായിച്ച്, പ്രീവിയസ് ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് പഠിച്ച് അതിലൂടെ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ, ചിലത് നമ്മൾ ക്വസ്റ്റനെയർ കൊടുത്ത് ആ ക്വസ്റ്റനെയർ ഫില്ല് ചെയ്ത് തന്ന് അത് വാല്യൂ ചെയ്തിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത്, പിന്നെ ചില ഇന്റർവ്യൂ മെത്തേഡിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നു, പിന്നെ ചില ടെസ്റ്റിങ്ങിലൂടെ, സൈക്കോളജിക്കൽ ആയിട്ടുള്ള ടെസ്റ്റിങ്ങിലൂടെ മനസ്സിലാക്കുന്നു, ദെൻ ചില പെർട്ടിക്കുലർ എക്സ്പീരിമെന്റ്സ് വിത്ത് എക്സ്പെരിമെന്റൽ ആൻഡ് കൺട്രോൾ ഗ്രൂപ്പ് വെച്ചിട്ടുള്ള എക്സ്പീരിമെന്റ്സിലൂടെ നമ്മൾ ആ കോസ് ആൻഡ് എഫക്ട് റിലേഷൻഷിപ്പ് മനസ്സിലാക്കുന്നു. ഇങ്ങനെ പല രീതിയിലും നമ്മൾ ഡേറ്റ കളക്ട് ചെയ്യാറുണ്ട് റിസർച്ച് മെത്തേഡ്സിന് വേണ്ടിയിട്ട്.
സോ ഫസ്റ്റ് റിസർച്ച് മെത്തേഡ് എന്ന് പറയുന്നത് ഒബ്സർവേഷണൽ മെത്തേഡാണ്. ഒബ്സർവേഷണൽ മെത്തേഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മളൊരു പെർട്ടിക്കുലർ ഫിനോമിന ഒബ്സർവ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഗ്രൂപ്പിനെ നമ്മൾ ഒബ്സർവ് ചെയ്ത് നമ്മൾ പഠിക്കുന്നതിനാണ് ഒബ്സർവേഷണൽ മെത്തേഡ് നമ്മൾ പറയുന്നത്. സോ അവിടെ ആദ്യം നമ്മൾ ആ ഒരു പെർട്ടിക്കുലർ ബിഹേവിയറിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നു, എന്നിട്ട് ഈ ഡിസ്ക്രിപ്ഷനിൽ നിന്നാണ് നമ്മൾ കോസിലേക്ക്, എന്തുകൊണ്ട് ഇങ്ങനെ പെരുമാറുന്നു എന്നുള്ളതിന്റെ കോസിലേക്ക് നമ്മൾ പോകുന്നത്. ആദ്യം നമ്മൾ ആ ബിഹേവിയറിനെ ഡിസ്ക്രൈബ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ അത് പല രീതിയിലുണ്ട് ഒബ്സർവേഷൻ മെത്തേഡ്. ഒന്ന് പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ, രണ്ട് നോൺ പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ. ഫോർ എക്സാമ്പിൾ പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ എന്ന് പറയുമ്പോൾ ഒരു റിലീജിയസ് കമ്മ്യൂണിറ്റിയിലേക്ക് നമ്മൾ ചെന്നിട്ട് അവിടുത്തെ ബിലീഫ്സും പ്രാക്ടീസസും മനസ്സിലാക്കുക. സോ അവരുടെ ഒരാളായി നിന്നുകൊണ്ട് അവരുമായിട്ട് സംസാരിച്ച് ഇടപഴകി അവരുടെ ബിലീഫ്സും പ്രാക്ടീസസും മനസ്സിലാക്കുന്ന ഒരു രീതി ആണ് ഒരു എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറയുമ്പോൾ. സോ ദാറ്റ് ഈസ് പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ. ദെൻ നോൺ പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ എന്ന് പറയുമ്പോൾ, ഇപ്പോൾ ഒരു മീറ്റിംഗിൽ നമ്മൾ ചെല്ലുന്നു, പക്ഷെ ഞാൻ ഒരു രീതിയിലും ആ മീറ്റിംഗിൽ ഇരിക്കുന്ന ഒരാളെയും ഇന്റർഫിയർ ചെയ്യുന്നില്ല, പക്ഷെ അവിടെ നടക്കുന്ന എന്താണെന്ന് ഞാൻ ഒബ്സർവ് ചെയ്ത് മനസ്സിലാക്കുന്നു. സോ ദാറ്റ് ഈസ് നോൺ പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ. അതുപോലെ ഇൻഫോർമൽ ആയിട്ട് നമുക്ക് ഒബ്സർവ് ചെയ്യാം, അൺസ്ട്രക്ചേർഡ്, ദെൻ ഫോർമൽ ആൻഡ് സ്ട്രക്ചേർഡ്, ഇങ്ങനെ പല രീതിയിലും നമുക്ക് ഒബ്സർവ് ചെയ്തിട്ട് മനസ്സിലാക്കുന്ന ഒരു രീതിയാണ് നമ്മൾ ഒബ്സർവേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. അടുത്തത് എക്സ്പെരിമെന്റൽ മെത്തേഡ്. എക്സ്പെരിമെന്റൽ മെത്തേഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് കോസ് ആൻഡ് എഫക്ട് റിലേഷൻഷിപ്പ് മനസ്സിലാക്കുക. ഒരു പെർട്ടിക്കുലർ കാര്യം സംഭവിക്കുന്നു, അതിന്റെ എഫക്റ്റ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കുന്നു. സോ ആ കോസ് ആൻഡ് എഫക്ട് റിലേഷൻഷിപ്പാണ് നമ്മൾ എക്സ്പെരിമെന്റൽ മെത്തേഡിലൂടെ മനസ്സിലാക്കുക. ഫോർ എക്സാമ്പിൾ, ഒരു പുതിയ ടീച്ചിങ് മെത്തേഡ്, ആ ടീച്ചിങ് മെത്തേഡിലൂടെ മാർക്സ് കുട്ടികൾ എങ്ങനെയാണ് ഗെയിൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ കുട്ടികളുടെ ഒരു പെർഫോമൻസിൽ എങ്ങനെയാണ് അത് ബാധിക്കുന്നത്. സോ ദാറ്റ് ഈസ് ആ ഒരു പെർട്ടിക്കുലർ ടീച്ചിങ് മെത്തേഡ് എഫക്റ്റീവ് ആണോ അല്ലയോ, അപ്പോൾ ആ കോസ് ആൻഡ് എഫക്ട് റിലേഷൻഷിപ്പ് മനസ്സിലാക്കുക. സോ ഒരു എക്സ്പെരിമെന്റൽ മെത്തേഡ് എന്ന് പറയുമ്പോൾ അവിടെ ഒരു പെർട്ടിക്കുലർ എക്സ്പെരിമെന്റ് ഉണ്ടാവും, പിന്നെ നമ്മളൊരു ഹൈപ്പോത്തിസിസ് ആദ്യം സെറ്റ് ചെയ്യും. ഹൈപ്പോത്തിസിസ് എന്ന് പറയുമ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ ടീച്ചിങ് മെത്തേഡ് നല്ലതാണ് എന്ന് പറയുന്ന ഒരു ഹൈപ്പോത്തിസിസ്, അല്ലെങ്കിൽ നല്ലതല്ല അല്ലായിരിക്കാം എന്ന് പറയുന്ന ഒരു ഹൈപ്പോത്തിസിസ്. ഇങ്ങനെ ആദ്യം ഹൈപ്പോത്തിസിസ് സെറ്റ് ചെയ്യും. ദെൻ വേരിയബിൾസ് ഉണ്ടാവും. വേരിയബിൾസ് എന്ന് പറയുമ്പോൾ ഇവിടെ ഇപ്പം ഒരു ന്യൂ ടീച്ചിങ് മെത്തേഡ് എന്ന് പറയുന്നത് ഒരു ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആണ്. ദെൻ അതിന്റെ ഡിപെൻഡന്റ് വേരിയബിൾ ആണ് പെർഫോമൻസ്. പെർഫോമൻസ് എന്ന് പറയുന്നത് ഈ ഒരു ന്യൂ ടീച്ചിങ് മെത്തേഡിനെ ആശ്രയിച്ചിട്ടാണ് ഇരിക്കുന്നത്. സോ ദാറ്റ് ഇസ് ഡിപെൻഡന്റ് വേരിയബിൾ. ദെൻ എക്സ്പെരിമെന്റൽ ഗ്രൂപ്പ്, കൺട്രോൾ ഗ്രൂപ്പ്. എക്സ്പെരിമെന്റൽ ഗ്രൂപ്പ് എന്ന് പറയുമ്പം ആരിലാണ് ആ ഒരു പെർട്ടിക്കുലർ ടീച്ചിങ് മെത്തേഡ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്, അതാണ് എക്സ്പെരിമെന്റൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒരു റാൻഡം അസൈൻമെന്റിലൂടെ നമ്മൾ ആദ്യമേ ഗ്രൂപ്പിനെ രണ്ടാക്കുന്നു. ഒന്ന് എക്സ്പെരിമെന്റൽ ഗ്രൂപ്പ്, അടുത്തത് കൺട്രോൾ ഗ്രൂപ്പ്. അപ്പൊ എക്സ്പെരിമെന്റൽ ഗ്രൂപ്പിലാണ് ഞാൻ ഈ ഒരു പെർട്ടിക്കുലർ ഇന്റർവെൻഷൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ ഒരു പെർട്ടിക്കുലർ ട്രീറ്റ്മെന്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ ഒരു പെർട്ടിക്കുലർ ടീച്ചിങ് മെത്തേഡ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. കൺട്രോൾ ഗ്രൂപ്പിൽ നമ്മൾ അത് അപ്ലൈ ചെയ്യുന്നില്ല. ഒടുവിൽ നമ്മൾ ഫൈനൽ റിസൾട്ട് നോക്കും, പെർഫോമൻസ് നോക്കി കഴിയുമ്പോൾ എക്സ്പെരിമെന്റൽ ഗ്രൂപ്പിനാണോ അതോ കൺട്രോൾ ഗ്രൂപ്പിനാണോ ബെറ്റർ പെർഫോമൻസ് എന്ന് നമ്മൾ നോക്കുന്നു. എന്നിട്ട് ഒടുവിൽ നമ്മൾ മനസ്സിലാക്കുകയാണ് ഈ ഒരു പെർട്ടിക്കുലർ ടീച്ചിങ് മെത്തേഡ് കാരണമാണ് ഈ ഒരു പെർഫോമൻസ് ഇൻക്രീസ് ചെയ്തത്, അല്ലെങ്കിൽ ഡിക്രീസ് ചെയ്തത്, അല്ലെങ്കിൽ ഒന്നും സംഭവിക്കാത്തത് എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. സോ ദാറ്റ് ഈസ് വി ആർ പ്രഡിക്റ്റിംഗ് ദ കോസ് ആൻഡ് എഫക്ട് റിലേഷൻഷിപ്പ്. അപ്പോൾ അതിന് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് ഉപയോഗിക്കാറുണ്ട്, മെഷർമെന്റ് ടൂൾസ് ഉപയോഗിക്കാറുണ്ട്. റാൻഡം അസൈൻമെന്റ് എന്ന് പറയുന്നത് നമ്മൾ ആരാണോ എക്സ്പെരിമെന്റൽ ഗ്രൂപ്പിൽ ആവുന്നത്, അത് നമുക്കറിയില്ല. ഇപ്പം 50 പേരുണ്ടെങ്കിൽ അതിനകത്ത് 25 പേര് എക്സ്പെരിമെന്റൽ ഗ്രൂപ്പിലാണ്. അപ്പൊ ഏത് 25 പേർക്കും ചാൻസ് ഉണ്ട് എക്സ്പെരിമെന്റൽ ഗ്രൂപ്പിലേക്ക് ആവാൻ. അതുപോലെ ഏത് 25 പേർക്കും ചാൻസ് ഉണ്ട് കൺട്രോൾ ഗ്രൂപ്പിലേക്ക് ആവാനായിട്ട്. സോ അതിനെയാണ് നമ്മൾ റാൻഡം അസൈൻമെന്റ് എന്ന് പറയുന്നത്. ദെൻ എക്സ്പെരിമെന്റൽ ഗ്രൂപ്പിന്റെ അത്രയും ഇല്ലെങ്കിലും കുറച്ച് ലെസ് ദാൻ കംപ്ലീറ്റ് കൺട്രോൾ വരുന്നതാണ് ക്വാസി എക്സ്പെരിമെന്റൽ മെത്തേഡ്. സോ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ വയലന്റ് ആയിട്ടുള്ള ഫിലിംസ് നമ്മൾ കാണുന്നു, അല്ലെങ്കിൽ TV ഷോസ് കാണുന്നു, അത് ഹയർ അഗ്രഷൻ ഉണ്ടാക്കുന്നുണ്ടോ എന്നുള്ളത്. സോ അപ്പോൾ ഒരു പെർട്ടിക്കുലർ ആളുകളെ നമ്മൾ നേരത്തെ എടുത്ത് അവരെ നമ്മൾ ഇത്തരത്തിലുള്ള വയലന്റ് ഫിലിംസ് അല്ലെങ്കിൽ TV ഷോസ് കാണിക്കുക, എന്നിട്ട് അവരുടെ അഗ്രഷൻ നോക്കുക. അപ്പം നമ്മൾ നേരത്തെ ഒരു റാൻഡം അസൈൻമെന്റ് അല്ല, നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ട് ഈ ആളുകളിലാണ് നമ്മളിത് കാണിക്കുന്നത് എന്ന് പറയുന്ന ഒരു ഫിക്സിങ് അവിടെ വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതിനെ ക്വാസി എക്സ്പെരിമെന്റൽ എഫക്റ്റ് എന്ന് പറയുന്നത്, അല്ല എക്സ്പെരിമെന്റൽ മെത്തേഡ് എന്ന് പറയുന്നത് ദാൻ എക്സ്പെരിമെന്റൽ മെത്തേഡ്. ഇപ്പൊ റാൻഡം അസൈൻമെന്റ് എന്ന് പറയുന്ന ഒരു സിസ്റ്റം അതിനകത്ത് വരാത്തതുകൊണ്ടാണ് ഇതൊരു ക്വാസി എക്സ്പെരിമെന്റൽ മെത്തേഡ് എന്ന് പറയുന്നത്.
അടുത്തത് കോറിലേഷൻ മെത്തേഡാണ്. കോറിലേഷൻ മെത്തേഡിൽ 2 വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് നമ്മൾ നോക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഹിന്ദി പഠിച്ച ആൾക്ക് ഉറുദു പഠിക്കാൻ എളുപ്പമാണ്. അപ്പോൾ ഹിന്ദിയുടെ മാർക്കും ഉറുദുയുടെ മാർക്കും നമ്മൾ നോക്കുമ്പോൾ ഇത് തമ്മിൽ കോറിലേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. സോ ഹിന്ദിയുടെ മാർക്ക് ഹൈ ആണെങ്കിൽ ഉറുദുയുടെ മാർക്കും ഹൈ ആയിട്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഹിന്ദിയുടെ മാർക്ക് ലോ ആവുമ്പോൾ ഉറുദുയുടെ മാർക്കും ലോ ആവുന്നു. അപ്പം അങ്ങനെ നമുക്ക് പറയാം ഇത് തമ്മിലൊരു പോസിറ്റീവ് റിലേഷൻഷിപ്പ് ഉണ്ടെന്ന് പറയാം. സോ ഇത് തമ്മിൽ റിലേഷൻഷിപ്പ് ഇല്ലെങ്കിൽ ദർ ഇസ് നോ റിലേഷൻഷിപ്പ്. ഇപ്പൊ ഹിന്ദിയുടെ മാർക്ക് കൂടുന്തോറും ഉറുദുയുടെ മാർക്ക് കുറയുകയാണെങ്കിൽ അതായത് ഇൻവേഴ്സ് കോറിലേഷൻ അല്ലെങ്കിൽ നെഗറ്റീവ് കോറിലേഷൻ എന്ന് പറയാം. then അടുത്തത് എക്സ്പെരിമെന്റൽ ഡിസൈൻസ് ആണ്. പല രീതിയിൽ നമുക്ക് എക്സ്പെരിമെന്റ്സ് ചെയ്യാം. പല ഡിസൈൻസ് ഉപയോഗിച്ചിട്ട് നമ്മൾ എക്സ്പെരിമെന്റ്സ് ചെയ്യാറുണ്ട്. ഒരു ട്രൂ എക്സ്പെരിമെന്റൽ ഡിസൈൻ എന്ന് പറയുന്നത് പോസ്റ്റ് ടെസ്റ്റ് ഓൺലി കൺട്രോൾ ഗ്രൂപ്പ് ഡിസൈൻ തന്നെയാണ് നമ്മളൊരു ട്രൂ എക്സ്പെരിമെന്റൽ ഡിസൈൻ എന്ന് പറയുന്നത്. സോ എങ്ങനെയാണ് ഈ എക്സ്പെരിമെന്റ് നടത്തുന്നത്, ഏത് രീതിയാണ് എന്നുള്ളതാണ് ആ എക്സ്പെരിമെന്റൽ ഡിസൈനിൽ വരുന്നത്. ഇതിൽ ഫസ്റ്റ് ഒരു എക്സാമ്പിൾ നമ്മൾ പറയുന്നത് വൺ ഷോട്ട് ഡിസൈൻ. വൺ ഷോട്ട് ഡിസൈൻ എന്ന് പറയുമ്പം ഒരു പെർട്ടിക്കുലർ ഗ്രൂപ്പിന് ഈ ഒരു പെർട്ടിക്കുലർ ടീച്ചിങ് മെത്തേഡ് കൊടുക്കുന്നു, എന്നിട്ട് അതിന്റെ എഫക്റ്റ് എങ്ങനെയാണെന്ന് നമ്മൾ നോക്കുന്നു. അതാണ് വൺ ഷോട്ട് ഡിസൈൻ നമ്മൾ പറയുന്നത്. ദെൻ പോസ്റ്റ് ടെസ്റ്റ് കൺട്രോൾ ഗ്രൂപ്പ് ഡിസൈൻ. ഇവിടെ ഒരു ഗ്രൂപ്പ് മൊത്തം ഗ്രൂപ്പിനെ നമ്മൾ രണ്ടാക്കുന്നു. അതിനകത്ത് ഒരു ഗ്രൂപ്പിന് നമ്മൾ ഈ ഒരു ട്രീറ്റ്മെന്റ് കൊടുക്കുന്നു, അല്ലെങ്കിൽ ഈ ഒരു ടീച്ചിങ് മെത്തേഡ് നമ്മൾ നോക്കുന്നു, എന്നിട്ട് അതിന്റെ ഔട്ട്കം നോക്കുന്നു. മറ്റേ ഗ്രൂപ്പിനെ നമ്മൾ ബോദർ ചെയ്യുന്നില്ല. സോ ദാറ്റ് ഇസ് പോസ്റ്റ് ടെസ്റ്റ് കൺട്രോൾ ഗ്രൂപ്പ് ഡിസൈൻ എന്ന് പറയുന്നത്. ദെൻ അടുത്തത് ഫാക്ടോറിയൽ ഡിസൈൻ. ഫാക്ടോറിയൽ ഡിസൈൻ എന്ന് പറയുമ്പോൾ പല ഫാക്ടേഴ്സ് വന്നിട്ട് ഒരു ഔട്ട്കം എങ്ങനെയാണ് നമ്മൾ നോക്കുന്നത്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതിൽ ഒരു ടീച്ചിങ് മെത്തേഡ് വരുന്നു, അതിന്റെ എഫക്റ്റ് നമ്മൾ നോക്കുന്നു. ഒരു ഇന്റർവെൻഷൻ വരുന്നു, അതിന്റെ എഫക്റ്റ് നമ്മൾ നോക്കുന്നു. ഒരു പെർട്ടിക്കുലർ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നു, അതിന്റെ എഫക്റ്റ് നമ്മൾ നോക്കുന്നു. സമയം ഫാക്ടോറിയൽ ഡിസൈൻ എന്ന് പറയുമ്പം അവിടെ പല ഫാക്ടേഴ്സ് വന്നിട്ട് അതിന്റെ ഒരു എഫക്റ്റ് എങ്ങനെയാണ് നോക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ സൺലൈറ്റ് നമ്മൾ നോക്കുന്നു, വാട്ടറിങ് ഫ്രീക്വൻസി നോക്കുന്നു, ദെൻ പ്ലാന്റിന്റെ ഗ്രോത്ത് നമ്മൾ നോക്കുന്നു. അപ്പൊ ഇവിടെ 2 ഫാക്ടേഴ്സ് വരുന്നുണ്ട്, സൺലൈറ്റും വരുന്നുണ്ട്, വാട്ടറിങ് ഫ്രീക്വൻസിയും വരുന്നുണ്ട്. ഓക്കെ, സോ ദാറ്റ് ഇസ് ഫാക്ടോറിയൽ ഡിസൈൻ. അപ്പൊ ഇങ്ങനെ പല ഫാക്ടേഴ്സ് വരുമ്പം അതിന്റെ എഫക്റ്റ് എങ്ങനെയാണ് വരുന്നത്, ഇത് തമ്മിൽ ഈ ഫാക്ടേഴ്സിൽ ഒന്ന് കൂടി മറ്റേത് കുറയുമ്പോൾ എങ്ങനെയാണ് എഫക്റ്റ് വരുന്നത്, ഇതെല്ലാം മനസ്സിലാക്കാൻ പറ്റും ഫാക്ടോറിയൽ ഡിസൈനിലൂടെ. ഓക്കെ, then comes ethical issues in research methods. നമുക്കറിയാം റിസർച്ച് മെത്തേഡ്സിൽ വളരെയധികം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. ഇപ്പം കറക്റ്റായിട്ട് നമ്മൾ സാമ്പിൾ കളക്ട് ചെയ്യുക, അതുപോലെ കറക്റ്റ് മെത്തേഡിലൂടെ നമ്മൾ സാമ്പിൾ കളക്ട് ചെയ്യുക, സിസ്റ്റമാറ്റിക് സിമ്പിൾ റാൻഡം സാമ്പിളിങ്, സിസ്റ്റമാറ്റിക് സാമ്പിളിങ്, സ്ട്രാറ്റിഫൈഡ് സാമ്പിളിങ്. അപ്പോൾ ഏത് ടൈപ്പ് ഓഫ് സാമ്പിളിംഗ് ആണ് നമ്മൾ എടുക്കുന്നത്, ഇതെല്ലാം നമ്മൾ കൃത്യമായിട്ട് ചെയ്യുക. അതുപോലെ എക്സ്പെരിമെന്റൽ ഗ്രൂപ്പ് എങ്ങനെയാണ് നമ്മൾ അസൈൻ ചെയ്യുന്നത്, കൺട്രോൾ ഗ്രൂപ്പിന് നമ്മൾ എങ്ങനെയാണ് അസൈൻ ചെയ്യുന്നത്. എക്സ്പെരിമെന്റൽ ഗ്രൂപ്പിന് നമ്മൾ ആ ഒരു പെർട്ടിക്കുലർ ട്രീറ്റ്മെന്റ് കൊടുക്കുമ്പോൾ കൺട്രോൾ ഗ്രൂപ്പിൽ നമ്മൾ കൊടുക്കാതിരിക്കുക. ഇങ്ങനെയുള്ള പല കാര്യങ്ങളെല്ലാം ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പം ഒന്ന് നമ്മൾ ചെയ്യുന്ന മെത്തേഡിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതാണ് നമ്മൾ ഒരു കാര്യമായിട്ട് നമ്മൾ പറഞ്ഞ എത്തിക്കൽ ഇഷ്യൂസിൽ. 2, ഇത് ചെയ്യുന്ന പാർട്ടിസിപ്പൻസിനെ ബേസ് ചെയ്തിട്ടുള്ള എത്തിക്കൽ ഇഷ്യൂസ്. പാർട്ടിസിപ്പന്റ് ആരാണോ അവരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. ഒന്ന് ഇൻഫോംഡ് കൺസെന്റ് ആണ്. ഇൻഫോംഡ് കൺസെന്റ് എന്ന് പറയുമ്പം ആരാണോ പാർട്ടിസിപ്പന്റ് അവരുടെ അടുത്ത് നമ്മൾ ഈ എന്ത് എക്സ്പെരിമെന്റ് ആണോ നമ്മൾ ചെയ്യുന്നത് ആ എക്സ്പെരിമെന്റിനെ പറ്റിയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും നമ്മൾ കൃത്യമായിട്ട് കൊടുത്തിരിക്കണം എന്നുള്ളതാണ്. അതുപോലെ അവരുടെ അടുത്ത് നിന്ന് നമ്മൾ കൺസെന്റ് വാങ്ങിച്ചിരിക്കണം. നമ്മൾ ഇന്ന ഒരു ടെസ്റ്റാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മൾ ഇങ്ങനെ ഒരു പെർട്ടിക്കുലർ ടീച്ചിങ് മെത്തേഡാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ട്രീറ്റ്മെന്റ് ആണ് നമ്മൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ പെർട്ടിക്കുലർ ആയിട്ട് ഒരു ഇന്റർവെൻഷൻ നമ്മൾ ചെയ്യുവാണ്, ഇതിന്റെ ഉദ്ദേശം ഇന്നതാണ്, സോ ഇത് ചെയ്യാനായിട്ട് നിങ്ങൾ തയ്യാറാണോ എന്നുള്ളതാണ്. സോ ദാറ്റ് ഈസ് ഇൻഫോംഡ് കൺസെന്റ്. അപ്പോൾ അത് നമ്മൾ റിട്ടേൺ ആയിട്ടോ അല്ലെങ്കിൽ ഓറലായിട്ടോ നമ്മൾ ആ ഒരു കൺസെന്റ് നമ്മൾ അവരുടെ അടുത്ത് നിന്ന് വാങ്ങിച്ചിരിക്കണം എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ നിങ്ങൾ ഡിഗ്രിക്ക് അല്ലെങ്കിൽ PGക്ക് നമ്മൾ പഠിക്കുമ്പോഴാണെങ്കിലും പ്രാക്ടിക്കൽ എക്സാമിനാണെങ്കിലും നമ്മൾ ആ ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ട് നമ്മൾ അവരുടെ അടുത്ത് ചോദിക്കും തയ്യാറാണോ, വില്ലിങ് ആണോ ചെയ്യാനായിട്ട് എന്ന് നമ്മൾ അവരുടെ അടുത്ത് ചോദിക്കുമ്പോൾ അവർ പറയാം ഓക്കെ വില്ലിങ് ആണ് ചെയ്യാൻ എന്ന് പറയും. അതിനെയാണ് നമ്മൾ ഇൻഫോംഡ് കൺസെന്റ് എന്ന് പറയുന്നത്. അടുത്തത് ഡീബ്രീഫിംഗ് ആണ്. ഡീബ്രീഫിംഗ് എന്ന് പറയുന്നത് എന്താണ് ഈ റിസർച്ച് എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ആ ഒരു അല്ലെങ്കിൽ ആ ഒരു എക്സ്പെരിമെന്റ് എന്തിനു വേണ്ടിയിട്ടാണ് കണ്ടക്ട് ചെയ്തത് എന്നുള്ള
അത് അതിനെ കുറിച്ചിട്ടുള്ള ഒരു അവയർനെസ് അവർക്ക് കൊടുക്കുക എന്നുള്ളതാണ് ഡീബ്രീഫിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പല ടെസ്റ്റുകളും ചിലപ്പോൾ നമ്മൾ ആദ്യമേ തന്നെ എല്ലാ വിവരങ്ങളും ചിലപ്പോൾ പറഞ്ഞു കൊടുക്കാൻ സാധിച്ചെന്ന് വരത്തില്ല. അപ്പം അതുകൊണ്ട് നമ്മൾ എൻഡ് ഓഫ് ദ സെഷൻ നമ്മൾ ഇത് ഇന്നതൊക്കെയാണ് നമ്മൾ ചെയ്തത്, ഇന്ന രീതിയിലാണ് ഇതിന്റെ റിസൾട്ട് വരുന്നത്, ഇതിനെ കുറിച്ചിട്ടെല്ലാം നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. സോ ദാറ്റ് ഈസ് ഡീബ്രീഫിംഗ്. ഇറ്റ്സ് എ പ്രോസസ് വിച്ച് ഈസ് ഡൺ ആഫ്റ്റർ ദ എക്സ്പെരിമെന്റ് ഓർ റിസർച്ച് ഹാസ് ബീൻ കണ്ടക്റ്റഡ് അപ്പോൺ ദ പാർട്ടിസിപ്പന്റ്. ഓക്കെ, അപ്പൊ പാർട്ടിസിപ്പന്റിന് ആ സമയത്ത് ക്വസ്റ്റ്യൻസ് ചോദിക്കാം, ഇതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം ആ സമയത്ത് ചോദിക്കാവുന്നതാണ്. സോ ദാറ്റ് ഈസ് ഡീബ്രീഫിംഗ്. അടുത്തത് പ്രൊട്ടക്ഷൻ ഓഫ് ദ പാർട്ടിസിപ്പന്റ്. നമ്മൾ ഇപ്പം സൈക്കോളജിക്കൽ റിസർച്ചസിലൊന്നും അത്രയും കാര്യങ്ങൾ വരുന്നില്ല, എങ്കിൽ കൂടി ഇപ്പം ഹിപ്നോട്ടിക് ആയിട്ടുള്ള സജഷൻസ് നമ്മൾ കൊടുക്കേണ്ടി അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ എപ്പോഴും പാർട്ടിസിപ്പന്റിന്റെ റൈറ്റ്സ് അല്ലെങ്കിൽ അവരുടെ ഒരു അവർക്ക് ഒരു രീതിയിൽ ഒരു പേഴ്സണൽ ഹാം അല്ലെങ്കിൽ ഒരു വയലേഷൻ ഓഫ് റൈറ്റ്സ് ഓഫ് പാർട്ടിസിപ്പൻസ് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും അവിടെ സംഭവിക്കരുത്. സോ ഒരു പ്രയർ കൺസേൺ എപ്പോഴും നമ്മൾക്ക് ഉണ്ടായിരിക്കുന്നത് സെക്യൂരിറ്റി ആൻഡ് സേഫ്റ്റി എന്ന് പറയുന്നതായിരിക്കണം നമ്മളുടെ ഒരു പ്രയർ കൺസേൺ. സെക്യൂരിറ്റി ആൻഡ് സേഫ്റ്റി ഓഫ് ദ പാർട്ടിസിപ്പന്റ് എന്ന് പറയുന്നതായിരിക്കണം നമ്മളുടെ ഒരു പ്രയർ കൺസേൺ ആയിട്ട് വെക്കേണ്ടത്. സോ ഒരു രീതിയിൽ ഒരു പേഴ്സണൽ ഹാം അല്ലെങ്കിൽ ഒരു കാര്യങ്ങളൊന്നും അവിടെ സംഭവിക്കാൻ പാടില്ല. സോ ദാറ്റ് ഈസ് പ്രൊട്ടക്ഷൻ ഓഫ് പാർട്ടിസിപ്പൻസ്. അടുത്തത് ഡിസെപ്ഷൻ. Researchers should clearly specify the method when investigation, analysis and interpretation of research. No information or method can be deceived from the participant. അപ്പോൾ ഒരിക്കലും നമ്മൾ ഡിസെപ്ഷൻ എന്ന് പറഞ്ഞ കാര്യം റിസർച്ചിൽ നടത്താൻ പാടുള്ളതല്ല. പിന്നെ ചില കേസിൽ റോൾ ഡിസെപ്ഷൻസ് നമ്മൾ ചെയ്യാറുണ്ട്. അതായത് ഇപ്പം ഞാൻ ഒരു ടീച്ചറിന്റെ റോള് ചെയ്യാൻ പറയും, പക്ഷെ അവിടെ എങ്ങനെയാണ് ഇപ്പം ഫോർ എക്സാമ്പിൾ നിങ്ങൾ കംപ്ലയൻസ് ദെൻ ഒബീഡിയൻസ് എല്ലാം നമ്മൾ പഠിക്കുമ്പോൾ അതിനകത്ത് നമുക്ക് അറിയാം അവിടെയൊക്കെ ഒരു റോൾ ഡിസെപ്ഷൻസ് ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. സോ പക്ഷെ എങ്കിൽ കൂടി അതും ആ ഒരു ഫുൾ റിസർച്ച് കഴിഞ്ഞാൽ ഫുൾ എക്സ്പെരിമെന്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കറക്റ്റ് ആയിട്ട് പറയും ഇന്നൊരു കാര്യം ഇത് ഇത്രയും ജെനുവിൻ ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അവിടെ ഒരു ഡിസെപ്ഷൻ നടത്തിയത് എന്ന് നമ്മൾ എൻഡ് ഓഫ് ദ ആഫ്റ്റർ ദ റിസർച്ച് നമ്മൾ ഡീബ്രീഫ് ചെയ്ത് കൊടുത്തിരിക്കണം. ദെൻ കോൺഫിഡൻഷ്യാലിറ്റി. നമ്മൾക്ക് കിട്ടുന്ന പേഴ്സണൽ ആയിട്ടുള്ള അതുപോലെ വളരെ അത് കൂടാതെയുള്ള ഡീറ്റെയിൽസ് ഓഫ് ദ പാർട്ടിസിപ്പൻറ്റ് അത് എപ്പോഴും നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് കോൺഫിഡൻഷ്യൽ ആയിട്ട് കീപ്പ് ചെയ്തിരിക്കണം. ഒരാളോട് നമ്മൾ അത്തരത്തിലുള്ള റിസൾട്ടിനെ പറ്റിയിട്ടുള്ള ഡിസ്കഷൻസ് ഒന്നും നടത്താൻ പാടുള്ളതല്ല എന്നുള്ളതാണ്. അൺലെസ് ഇറ്റ് ഇൻവോൾവ്സ് എനി ലീഗൽ ഇഷ്യൂസ്. ഫോർ എക്സാമ്പിൾ ഇപ്പം ഈ വ്യക്തി ഒരു ആന്റി സോഷ്യൽ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്, ഇയാളുടെ സ്വഭാവത്തിൽ ഇങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ട്, ഇയാള് വെളിയിലേക്ക് ഇറങ്ങിയാൽ ഇങ്ങനത്തെ പ്രോബ്ലംസ് ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ അത്തരത്തിലുള്ള സാഹചര്യത്തിൽ നമുക്ക് ഈ കോൺഫിഡൻഷ്യാലിറ്റി മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിലും നമുക്ക് അതിനൊരു റീസൺ നമുക്ക് കൊടുക്കാൻ സാധിക്കും. സോ അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ മാത്രമാണ് നമ്മൾ ആ കോൺഫിഡൻഷ്യാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാതിരിക്കേണ്ട ഒരു സാഹചര്യം വരുന്നത്. ഓക്കെ, സോ ഇത്രയാണ് എത്തിക്കൽ ഇഷ്യൂസിൽ പറയുന്നത്. ഇത്രയാണ് നമ്മളുടെ ഈ 2 യൂണിറ്റ്സിൽ നമ്മൾ പറയുന്നത്. സോ ഒന്ന് റിമൈൻഡ് ചെയ്ത് നമ്മളൊന്ന് കാണാം. Unit 1 Introduction to Social Psychology, then Unit 2 Theories of Social Psychology. Introduction to Social Psychology definition, nature and scope. അത് കൂടാതെ എന്തുകൊണ്ടാണ് സോഷ്യൽ സൈക്കോളജിസ്റ്റ് എന്തൊക്കെയാണ് പഠിക്കുന്നത്, ദെൻ ഹിസ്റ്ററി ഓഫ് സോഷ്യൽ സൈക്കോളജി, ഇത്രയും കാര്യങ്ങളാണ് അതിനകത്ത് വരുന്നത്. ദെൻ എക്സ്പെരിമെന്റ്സ്, social psychology in 21st century, then social psychology in India. Then second unit theories of social psychology. ഇതിൽ സോഷ്യൽ സൈക്കോളജിയും മറ്റ് ഡിസിപ്ലിൻസുമായിട്ടുള്ള ഒരു കണക്ഷൻ നമ്മൾ പറഞ്ഞു. ദെൻ സോഷ്യൽ സൈക്കോളജി ആൻഡ് അതർ ബ്രാഞ്ചസ് ഇൻ സൈക്കോളജി. ദെൻ ലെവൽസ് ഓഫ് അനാലിസിസ് ഓഫ് സോഷ്യൽ സൈക്കോളജി. അപ്പോൾ അവിടെ ഇന്റർപേഴ്സണൽ, ഇൻട്രാപേഴ്സണൽ, ദെൻ ഇൻഡിവിജ്വൽ ആൻഡ് ഗ്രൂപ്പ്, ബിറ്റ്വീൻ ഗ്രൂപ്പ്സ് അനാലിസിസിനെ പറ്റിയിട്ട് പറഞ്ഞു. ദെൻ തിയറിറ്റിക്കൽ അപ്രോച്ചസ് ടു സോഷ്യൽ സൈക്കോളജി പറഞ്ഞു. സോ അതിൽ മേജർ ആയിട്ട് വരുന്നത് ലേണിംഗ് തിയറീസ് ആൻഡ് കോഗ്നിറ്റീവ് തിയറീസ്. ലേണിംഗ് തിയറീസിൽ classical conditioning, then reinforcement, then observational learning, then അത് കൂടാതെ socio cultural perspective, evolutionary perspective and social learning perspective, phenomenological perspective, social cognitive perspective, then research methods പറഞ്ഞു, then methods of data collection പറഞ്ഞു, observational method, experimental method, quasi experimental method, then correlational method, experimental designs പറ്റി പറഞ്ഞു,
എക്സ്പെരിമെൻ്റൽ ഡിസൈൻസിൽ ഏറ്റവും ട്രൂ എക്സ്പെരിമെൻ്റൽ ഡിസൈൻ എന്ന് പറയുന്നത് പോസ്റ്റ് ടെസ്റ്റ് ഒൺലി കൺട്രോൾ ഗ്രൂപ്പ് ഡിസൈൻ ആണ്. ദെൻ എത്തിക്കൽ ഇഷ്യൂസ് ഇൻ റിസർച്ച് മെത്തഡോളജി, അത് ഇൻഫോംഡ് കൺസെൻറ്റ്, ദെൻ ഡീബ്രീഫ്, ദെൻ പ്രൊട്ടക്ഷൻ ഓഫ് പാർട്ടിസിപ്പൻസ്, ദെൻ ഡിസെപ്ഷൻ, കോൺഫിഡൻഷ്യാലിറ്റി. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ റിസർച്ച് മെത്തേഡ്സിൽ പറഞ്ഞത്. റിസർച്ച് മെത്തേഡ്സിൻ്റെ എത്തിക്കൽ ഇഷ്യൂസിൽ നമ്മൾ പറഞ്ഞത്. സോ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. താങ്ക് യു. നമസ്കാരം.